അശാന്തിയുടെ അഗ്നിപർവ്വതങ്ങൾ പുകയുന്ന ഇടങ്ങളായി പല കുടുംബങ്ങളും മാറുകയാണ്. വലിയ വീടും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഒന്ന് സന്തോഷിക്കാൻ ആത്മമനസാക്ഷിയോടെ ഒരു സുന്ദരമായ ഉറക്കം പോലും ലഭിക്കാത്ത വീടുകളായി ഇന്ന് വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിസരത്ത് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കൾ, വാപ്പയ്ക്കും ഉമ്മക്കും കുടുംബത്തിനും നാടിനും മഹലിനും തണലാകേണ്ടുന്ന ചെറുപ്പക്കാരായ യുവാക്കൾ വിവിധങ്ങളായ ലഹരികൾ വലിച്ചും കഴിച്ചും ചവച്ചുമൊക്കെയായി ഇഞ്ചക്ട് ചെയ്തുമൊക്കെ സ്വന്തം ജീവിതവും നാടും തകർത്തുകൊണ്ടിരിക്കുന്ന മാരകമായ അപകടം നമ്മളൊക്കെ വായിക്കാണ്, കാണാണ് കണ്ണിന്റെ മുമ്പിൽ. എതിർക്കാൻ ആരുമില്ല. ജീവിതത്തിന്റെ വഴിയിൽ എപ്പോഴോ പരിചയപ്പെട്ടവരുടെ കൂടെ ഒളിച്ചോടാൻ 18 തികയാൻ കാത്തു നിൽക്കുന്ന പെൺമക്കളുള്ള നാടാണ് നമ്മുടെ നാട്. കോടതിക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് എനിക്ക് ബാപ്പയെ വേണ്ട ഉമ്മയെ വേണ്ട എന്നും, ഞാൻ ഇന്നലെ കണ്ട അല്ലെങ്കിൽ തൊട്ടടുത്ത് പരിചയപ്പെട്ട ഇയാളും മതി എനിക്കെന്നും പറഞ്ഞ് പടിയിറങ്ങുമ്പോ മോളെ എന്ന് വിളിച്ച് കരഞ്ഞ് ബോധമറ്റ് വീഴുന്ന മാതാപിതാക്കളുടെ കണ്ണീരുള്ള കോടതി വരാന്തകൾ ഇന്ന് നമുക്ക് ധാരാളം വാർത്തകളിലുണ്ട്. ആർ എന്തു ചെയ്യും? ആരോട് പറയും? എവിടെ പരിഹരിക്കപ്പെടും? അവിഹിത ബന്ധങ്ങളും സ്വരച്ചേർച്ചയും ഇല്ലാതെ സമാധാന ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഇണകൾ, തലയിണകൾ കണ്ണീരുകൊണ്ട് നനഞ്ഞു പോകുന്ന ഉറക്കമില്ലാത്ത ദിനങ്ങൾ ഓർക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, കാഴ്ചയിൽ ആർക്കും ഒരു പരിക്കുമില്ല. ഡിവോഴ്സ് ചെയ്യാതെ ഡിവോഴ്സ് ചെയ്തവരെ പോലെ ജീവിച്ചു നീങ്ങുന്ന ഒട്ടനേകം ദമ്പതിമാരുണ്ട്. അതിന് വേറെ പേരാണ് വിളിക്കുക, വിവാഹമോചനം എന്നല്ല, സൈലന്റ് ഡിവോഴ്സ്. കാണുന്നവർക്കൊന്നും തിരിച്ചറിയില്ല. അവർ കല്യാണത്തിന് ഒരുമിച്ചാണ് വരിക, അവർ തക്കാരത്തിന് ഒരുമിച്ചാണ് പോവുക, അവർ കാറിലൊക്കെ അങ്ങനെ പോണുണ്ട്. പക്ഷെ അവർ തമ്മിൽ മനസ്സും ശരീരവും ഒത്തൊരുമിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. പിരിയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം തള്ളി നീക്കുന്ന സൈലന്റ് ഡിവോഴ്സ് കേരളത്തിൽ വർദ്ധിക്കുന്നുവെന്ന് വനിതാ കമ്മീഷനാ പറയുന്നത്. ഇനി അത് മാത്രമാണോ? വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ നാട്ടിൽ? മലയാളത്തിൽ ഖുത്ബകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്ലുകളിലെ അവസ്ഥ എന്താണ്? ഈ അടുത്തൊരു വിവാഹം കഴിഞ്ഞു. ഏറെ കുടുംബങ്ങൾ എല്ലാവരും വലിയ കൊട്ടിഘോഷിച്ച് മനോഹരമായ ഒരു നിക്കാഹ് കർമ്മം കഴിഞ്ഞു. പെൺകുട്ടി വീണ്ടും പഠിക്കാൻ പോയി. എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ പർദ്ദയിട്ട് കോളേജിൽ പോയ പെൺകുട്ടി അടുത്ത മാസം ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുന്നത് ആ വേഷമെല്ലാം മാറ്റിവെച്ചവളൊരു മോഡേൺ ഡ്രസ്സുമായി വീട്ടിലേക്ക് വന്നു. ഞാൻ ഇനി മുതൽ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എന്നിട്ട് വിവാഹം ചെയ്ത ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെയും വേണ്ട, എനിക്ക് വിവാഹവും വേണ്ട. ആരോ തലയിൽ കുത്തിവെച്ചു കൊടുക്കുകയാണ്. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയോട് നീ എന്തിനാണ് ഇത്ര അടിമയായി ജീവിക്കുന്നത് എന്ന് ക്ലാസ് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇനി എനിക്ക് വിവാഹമേ വേണ്ടെന്ന് വിവാഹം കഴിഞ്ഞവർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളുടെ മാലപ്പടക്കം നിറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. മറുഭാഗത്ത് മതങ്ങളാണ് പ്രശ്നം, അതാണ് പ്രശ്നം, മതങ്ങളാണ് പ്രശ്നം എന്ന് പറയുകയും മതനിരാസം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. മതങ്ങളൊന്നും ആവശ്യമില്ല, ധാർമ്മികതയൊന്നും ആവശ്യമില്ല, തോന്നിയതുപോലെ ജീവിക്കാം, എന്തും കുടിക്കാം, എന്തും കഴിക്കാം, എന്തും രുചിക്കാം. അതിർവരമ്പുകളില്ലാതെ സ്വാതന്ത്ര്യം തേടി നടക്കുന്ന സ്വാതന്ത്ര്യവാദികൾ നമ്മുടെ നാടുകളിൽ. സൂചിപ്പിച്ചു വന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ വിവിധങ്ങളായ രൂപങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മതം വേണ്ടെന്ന് പറയുകയും തോന്നിവാസം നെഞ്ചിലേറ്റുകയും തോളേറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുക. സാമ്പത്തികമായ ഒട്ടനേകം ഉച്ചനീചത്വങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പൈസക്കാരനാകാൻ പോയി ഏതെങ്കിലും ഓൺലൈൻ തട്ടിപ്പുകളിൽ ഇരയായവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഏതെങ്കിലും ജ്വല്ലറികളിൽ മറ്റു നിക്ഷേപ തട്ടിപ്പുകളുടെ ഇരകളുടെ ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്ക്. സമരത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ ആ രൂപം വെച്ച് നോക്ക്. നമ്മുടെ സാധാരണക്കാരായ നമസ്കരിക്കുന്ന ഹജ്ജിന് പോയ ആളുകൾ ഈ പെട്ടെന്ന് പൈസക്കാരനാകാൻ വേണ്ടി പണം കൊണ്ടുപോയി കൊടുത്ത് പണം നഷ്ടപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുക. ഇരയാകുന്നവർ ഒരു ഭാഗത്ത്, വേട്ടക്കാർ മറുഭാഗത്ത്. രണ്ടും നമുക്ക് ഒരുപോലെയായി മാറുക. ഇവിടെ നിന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ നാടി ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തീരുമ്പോഴാണ് നമ്മുടെ ബോർഡിൽ പറഞ്ഞതുപോലെ നമുക്ക് നിർദ്ദേശമായി വെച്ച ഹെഡ്ലൈൻ കണ്ടില്ലേ, ഖുർആനാണ്
നമുക്ക് വഴി, ഖുർആനാണ് നമുക്ക് വെളിച്ചം. നമ്മൾ അനുഭവിക്കുന്ന എന്തെന്ത് കാര്യങ്ങളുടെയും പരിഹാരം ജ്യോത്സ്യനല്ല, ബീവിയല്ല, ബാബയല്ല, ദർഗയല്ല, ദുർഗയല്ല, അള്ളാന്റെ കലാമാണ്. അത് വഹീന്റെ അടിസ്ഥാനത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി കൊടുത്തതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലുമായി ജീവിച്ച കാലത്ത് ആ സംസാരിച്ചതൊന്നും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും തോന്നിയത് പറഞ്ഞതല്ല. ഒരു ഗ്രന്ഥത്തിന്റെ വഹിയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ആ വഹി അല്ലാഹ് കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ലോകരോട് വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം, വിശുദ്ധ ഖുർആനിൽ നിന്ന് വഴിതെറ്റിയാൽ അവൻ നാശത്തിലാണ് ഉള്ളത്. ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. നബിയെ, നിങ്ങൾക്കിതാ മനുഷ്യർക്ക് ഉപകരിക്കുന്ന ആ വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുകയാണ്, ഹഖായിട്ടാണ് തന്നിരിക്കുന്നത്. ഫമനിഹ്തദാ ഫലിനഫ്സി. ആരാണോ ആ മാർഗം സ്വീകരിക്കുന്നത് അവർ സന്മാർഗം പ്രാപിച്ചിരിക്കും. ആരെങ്കിലും ഈ മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഫമനിഹ്തദ, അള്ളാന്റെ ഖുർആനിന്റെ മാർഗം സ്വീകരിച്ചാൽ അവൻ സന്മാർഗം നേടി. അങ്ങനെ സന്മാർഗം നേടിയാൽ ഫലിനഫ്സി, അതിന്റെ ഗുണം അവനു തന്നെയാണ്. നമ്മൾ നന്നായാൽ, നമ്മൾ ഹുദ സ്വീകരിച്ചാൽ, നമ്മൾ സത്യം സ്വീകരിച്ചാൽ ആർക്ക് എന്താ ഗുണം? കാണൂർക്ക് എന്താ ഗുണം? നമുക്കാണ് ഗുണമുള്ളത്. ആരെങ്കിലും വഴികേടിലായി നശിച്ച് നടന്നാൽ, പിഴച്ചു നടന്നാൽ, നാശങ്ങൾ ഏറ്റുവാങ്ങിയാൽ ഫഇന്നമാ യദുല്ലു അലൈഹാ, അതിന്റെ നാശം മുഴുവൻ അവനു തന്നെയാ ഉണ്ടാവുക. 1-ാമത്തെ ആയത്ത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ മനുഷ്യനിർമ്മിതമായ എല്ലാ വ്യവസ്ഥകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിക്കടി അതിന്റെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾ നാട്ടിൽ പെരുകുകയാണ്. അതിന് പരിഹാരം എന്താ? മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ മാറ്റിവെച്ച് ദൈവീകമായ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ തുടങ്ങണം. അതിന് പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യം നഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെയെല്ലാം നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ 5-ലേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ഒരു സാധാരണ പുസ്തകമല്ല. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. സൂറത്ത് ജാസിയയുടെ 2-ാമത്തെ ആയത്ത് മറ്റു പല ആയത്തുകളിലും കൊടുത്തിട്ടുണ്ട്. അസീസായ, ഹകീമായ, പ്രതാപവാനായ, യുക്തിമാനായ, എല്ലാ ശരിതെറ്റുകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള, ഹക്ക് അറിയുന്ന, അതുപോലെ മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള പോരായ്മകൾ അറിയുന്ന റബ്ബാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ മനുഷ്യൻ ചെയ്യേണ്ടത്? മനുഷ്യൻ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങി വരണം. ഏതാണ് ആ ഗ്രന്ഥം? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. 20-ലധികം സ്ഥലത്ത് ഖുർആൻ വിളിച്ചത് മനുഷ്യന്മാരെയാണ്, മുസ്ലിമീങ്ങളെ എന്നല്ല, മുഅ്മിനീങ്ങളെ എന്നല്ല. 20-ലധികം സ്ഥലത്ത് വിളിച്ച വിളി മനുഷ്യരെ. ഇത് എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ട മെസ്സേജാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നിതാ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ വന്നെത്തിയിരിക്കുന്നു. നമ്മൾ കൗൺസിലിംഗ് തേടി നടക്കൂലേ? കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായ പരിഹാരത്തിന് തേടി നടക്കൂലേ? നിങ്ങൾക്കിതാ പരിഹാരം തരുന്നു, നിങ്ങൾക്കിതാ സതുപദേശം വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള പ്രശ്നങ്ങൾക്കുള്ള ശിഫ ഇതാ വന്നെത്തിയിരിക്കുന്നു. ശിഫ, ശമനം, ഔഷധം, എല്ലാ നിലക്കുമുള്ള നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇത്. വഹുദൻ, ഇത് സന്മാർഗമാണ്. വറഹ്മതൻ, ഇത് കാരുണ്യമാണ്. ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വെളിച്ചമായി, പ്രകാശമായി, സന്മാർഗമായി നമ്മുടെ കയ്യിലുണ്ട്. കയ്യിൽ ടോർച്ചുണ്ട്, പക്ഷേ അതൊന്ന് അടിച്ചു നോക്കാനുള്ള മനസ്സ് നമ്മളെ കയ്യിലില്ല. വീട്ടിൽ ഖുർആനുണ്ട്, റമദാൻ വന്നെങ്കിലേ ഇനിയിപ്പോ അതൊന്ന് തൊട്ടു നോക്കുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ, പഠനത്തിൽ ഈ പ്രദേശത്ത് അൽഹംദുലില്ലാഹ് ദിവസങ്ങൾക്ക് മുമ്പ് ക്ലാസുകൾ ആരംഭിച്ചു. ഒരുപാട് ആളുകൾ അത് വലിയ സഹകരണത്തോടെ, താല്പര്യത്തോടെ അത് പഠിക്കാൻ വന്നെത്തുന്നു. ഓരോ അക്ഷരത്തിനും പ്രതിഫലം കിട്ടുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക ദൈവിക ഗ്രന്ഥം അല്ലാഹുവിന്റെ ഖുർആനാണ്.
ആ ഖുർആൻ വായിക്കുന്നത്, കേൾക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സദസ്സിലിരുന്ന് ഖുർആൻ കേൾക്കുന്നത് പോലും കാരുണ്യം കിട്ടാനുള്ള വഴിയാണെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീനിയായ അറിവുണ്ടാക്കാൻ, അള്ളാന്റെ പ്രമാണങ്ങൾ പഠിച്ചെങ്കിലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇത് പിൻപറ്റുക എന്നത് അനിവാര്യമാണ്. അള്ളാന്റെ തീരുമാനമാണ്. അള്ളാഹ് പറയുന്നത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഏറ്റവും മികച്ചതായിതാ നിങ്ങൾക്ക് വന്നതിനെ നിങ്ങൾ പിൻപറ്റണം. മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ പെട്ടെന്ന് അള്ളാന്റെ അദാബ് വരുന്നതിന്റെ മുമ്പ്. അള്ളാന്റെ ഖുർആനിലെ നിയമങ്ങൾ പാലിക്കാൻ പഠിച്ചാല് ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ഇത് മാർഗം സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ. ഇന്ന് ലോകത്ത് ഇത്രയധികം കോപ്പികൾ പ്രിന്റ് ചെയ്യുന്ന വേറെ ഗ്രന്ഥം ഏതാ ഉള്ളത്? ലോകത്ത് ഇത്രയേറെ ആളുകൾ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥമേതാ ഉള്ളത്? അവിടെയാണ് ഈ ഗ്രന്ഥത്തിന്റെ മഹത്വവും സവിശേഷതയും ഉറപ്പെടുത്തുന്നത്. എന്നിട്ട് ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യരെ, നിങ്ങൾ എന്താ അത് ചിന്തിക്കാത്തത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാത്തത്? അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ കൽബുകൾക്ക് അവർ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഇത് കയ്യിലുണ്ടായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണോ? ഇത് തുറക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലേ? ഇതിനകത്തുള്ള പരിഹാരങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നില്ലേ? അള്ളാന്റെ ഖുർആൻ പറയാണ്, പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് സങ്കടത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്, വഖാല റസൂലു യാ റബ്ബി റബ്ബേ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഖൗം ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞുവല്ലോ. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, ഖുർആനിനെ എന്റെ ഉമ്മത്ത് തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവര് ഖുർആനിനെ പാരായണം ചെയ്യൂല, വിശുദ്ധ ഖുർആൻ പഠിക്കൂല, അതിനകത്തുള്ളത് ചിന്തിക്കൂല, അതിൽ പറഞ്ഞ നല്ല കാര്യങ്ങൾ പാലിക്കൂല, അതിൽ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കൂല, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൂല. ഇവര് ഖുർആനിനെ അവഗണിച്ചവരായി മാറുകയാണ്. നമ്മൾ നമ്മുടെ പ്രദേശങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. അള്ളാന്റെ ഖുർആൻ ഓതുന്ന മജ്ലിസുകളുണ്ടോ? അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഇന്ന് നാട്ടിൽ എത്രയുണ്ട്? മജ്ലിസുൻ നൂറിന് നൂറുകണക്കിന് ആണും പെണ്ണും തമ്പടിക്കുകയാണ്. മഹ്ദറത്തുൽ ബദരിയക്ക് ഒരുപാട് ആളുകൾ ക്യാൻസർ മാറും, രോഗം മാറും എന്ന് പറഞ്ഞു ഓടുന്നത് ഖുർആൻ ഓതാനല്ല, ഈ ഖുർആൻ പഠിക്കാനല്ല. അതുപോലെ തന്നെ മഖാമുകളിലേക്ക്, ദർഗകളിലേക്ക്, ഉറൗസുകളിലേക്ക്, ഭീമാപ്പള്ളി ഉമ്മച്ചിന്റെ തിരുവനന്തപുരം മുതൽ അവിടുന്ന് അങ്ങോട്ട് ഉള്ളാളിലെ സയ്യിദ് മദനിയുടെ ജാറം വരേക്കും കേരളക്കരക്കാർ സിയാറത്ത് ടൂറിന് ഓടുന്നത് എന്തിനാണ്? പരിഹാരം തേടിയിട്ട. മക്കളെ കിട്ടണം, രോഗം മാറണം, കല്യാണം ശരിയാവണം, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറണം. ഇതൊക്കെ മാറാൻ എവിടുക്കാ പോണത്? അള്ളാന്റെ കലാം അവിടെ അടച്ചു വെച്ചിട്ട് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് പരിഹാരം തേടിയിട്ട്. മാത്രമാണോ? വീടുകൾ പോലും, വീടിനകത്ത് പോലും ഒരുപാട് ആളുകൾ ഈ ഗ്രന്ഥം മാറ്റി വെച്ചിട്ട് പകരം അവർ എടുത്തത് ഏതായിരുന്നു? ഹദ്ദാദ്, റാത്തീബ്, മുഹയ്യിദ്ദീൻ മാല, കുതുബിയ്യത്ത്, ദിഫായി മാല, കുത്തറാത്തീബ്, ഇങ്ങനെ എണ്ണിയാൽ നൂറെ ഹബീബിയും നൂറെ അജ്മീറും സ്വലാത്തുൽ ഫാത്തിഹും ദീന് പഠിപ്പിക്കാത്ത ധാരാളം സംഭവങ്ങൾ അവർ കൊണ്ട് നടക്കാണ്. ഇതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനം വേണോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിലേ സമാധാനം കിട്ടൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടെങ്കിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക. ഈ ഗ്രന്ഥങ്ങളും ആലകളും മൗലിദുകളും ഹദ്ദാദും റാത്തീബും കുത്തറാത്തീബും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാര് ചിന്തിക്കണം, അതിനൊക്കെ എത്ര കൊല്ലം പഴക്കണ്ട്? ഇവിടെ വന്ന് എല്ലാവരും ചിന്തിച്ചു നോക്കുക, ഇതിന് എത്ര കൊല്ലം പഴക്കണ്ട്? നമ്മൾ അള്ളാന്റെ ഖുർആനിൽ ആയത്ത് ഓതിയാൽ അതിന്റെ പഴക്കം 1400 കൊല്ലം. നമ്മൾ പള്ളി കയറിയപ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, എത്ര കൊല്ലം? 1400 കൊല്ലം പഴക്കണ്ട പ്രാർത്ഥനക്ക്. വാഹനത്ത് കയറിയപ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ എന്ന പ്രാർത്ഥന 1400 കൊല്ലം പഴക്കണ്ട്. ദീനിനകത്തുള്ളതെല്ലാം 1400 കൊല്ലം പഴക്കണ്ടാകും. എന്നാൽ കുതുബിയ്യത്ത്, മുഹയ്യിദ്ദീൻ മാല, ഇതിന്റെയൊക്കെ പഴക്കം എത്രയാ? മുഹയ്യിദ്ദീൻ മാലയുടെ 400-ാം വാർഷികമാണ് കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞത്. 400 കൊല്ലായിട്ടുള്ളൂ. കുതുബിയ്യത്ത് എത്ര കൊല്ലായിട്ടുണ്ടാവും? 300 കൊല്ലായിട്ടുള്ളൂ. ഹദ്ദാദ് റാത്തീബും തുടങ്ങിയിട്ട് 700 കൊല്ലായിട്ടുള്ളൂ.
അഥവാ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, ദീനിൽ അതില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. സ്വഹാബത്തിനേക്കാൾ മികച്ചവരാണോ നമ്മൾ? പോട്ടെ, 6 പ്രസിദ്ധരായ ഹദീസിന്റെ പണ്ഡിതന്മാരുണ്ട്. അവരിൽ ഒരാൾ പോലും അവരുടെ ഹദീസ് ഗ്രന്ഥത്തിനകത്ത് ഈ സംഭവങ്ങളൊന്നും പറയുന്നില്ല. പോട്ടെ, നമ്മൾ പറയും മദ്ഹബിന്റെ ആളുകളാണ് ഞങ്ങളെന്ന്. 4 മദ്ഹബിലെ ഒരു മദ്ഹബിന്റെ ഇമാമും മുഹയ്യിദ്ദീൻ മാല കണ്ടിട്ടില്ല, കുത്തുബിയത്ത് കണ്ടിട്ടില്ല, കത്തിയെടുത്തിട്ട് സ്റ്റേജിൽ കയറിയിട്ട് കുത്തറാത്തീബ് നടത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് ഇൽമില്ലേ? അവർക്ക് സ്വർഗം വേണ്ടേ? അപ്പൊ പിന്നെ ആരാ ഇതുണ്ടാക്കിയത്? ഇതെന്തിനാ ഉണ്ടാക്കിയത്? അവരുടെ ലക്ഷ്യം ജീവിതത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അതൊന്നും നമ്മുടെ വിഷയങ്ങളെ പരിഗണിക്കുന്ന, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരുന്നതല്ല. അള്ളാന്റെ ഖുർആനിന്റെ 1-ാമത്തെ സൂറത്തുൽ ഫാത്തിഹ എടുത്തു ഓതി നോക്ക്. നമ്മൾ അള്ളാനെ സ്തുതിച്ച് റഹ്മാനാണ്, റബ്ബാണ്, റബ്ബുൽ ആലമീനാണ് എന്നൊക്കെ പ്രശംസിച്ചിട്ട് നമ്മള് പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ റബ്ബിനെ പറ്റി പറഞ്ഞിട്ട് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഒന്നാമത്തെ വാക്കാണ്. നമസ്കാരത്തിനകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ സൂറത്തുൽ ഫാത്തിഹന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന ഭാഗമാണ് ആയത്ത്. ആ നിയമം നമ്മൾ പാലിക്കുന്നുണ്ട്. എന്നിട്ട് 17 തവണ നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിൽ നടത്തണേ റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഏതാണ് നേരായ മാർഗം? അത് അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ആരാണ് അനുഗ്രഹിച്ചവർ? അത് വേറെ ആയത്തിൽ പറഞ്ഞു, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. എത്ര ലളിതാണ്! നബിമാര്, സുദ്ദീഖുമാര്, ശുഹദാക്കന്മാര്, സ്വാലിഹീങ്ങള്, അവർ ജീവിച്ച മാർഗരേഖയാണ് അനുഗ്രഹീതവരുടെ മാർഗം. ആ മാർഗം പിൻപറ്റിയോർക്കാണ് വിജയമുള്ളത്. അള്ളാനെ ശരിക്കനുസരിച്ചോ, പ്രവാചകനെ ശരിക്കനുസരിച്ചോ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാന്റെ കാരുണ്യം കിട്ടിയേക്കാം. ഇതാണ് ഒന്നാമത്തെ പരിഹാരം. അള്ളാനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. ഖുർആനിനകത്ത് നമ്മളോട് എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ചെയ്യുക. എല്ലാവർക്കും എല്ലാതും ചെയ്യാൻ കഴിയില്ല. പരമാവധി സാധ്യമാകുന്നതൊക്കെ നമ്മൾ ചെയ്യുക. ഫർദുകൾ എല്ലാവർക്കും നിർബന്ധമാണ്. സുന്നത്തുകൾ സാധ്യമാകുന്നത് പോലെ നമ്മൾ ചെയ്യാൻ നോക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, പ്രവാചകൻ എന്തൊരു കാര്യമാണ് പാടില്ല എന്ന് പറഞ്ഞത് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. വിഷയം കഴിഞ്ഞു. നമ്മുടെ വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയം അവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊരു കാര്യത്തിലേയും ഈ ആയത്തിലേക്ക് ടച്ച് ചെയ്തിട്ട് പറയും ഇത് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടോ, ഇത് നബിന്റെ കൽപ്പന ഉണ്ടോ, ഹദീസ് നോക്കും, മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൗലുകൾ പരിശോധിക്കും. ഇങ്ങനെ എന്തൊരു കാര്യത്തെയും നമുക്ക് വിലയിരുത്താൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റ് ശരിയാണെന്ന് വിചാരിച്ച് തെറ്റിലേക്ക് അപഗ്രഥിച്ച് അതല്ലെങ്കിൽ അതിന്റെ ആ കവാടങ്ങളിലൂടെ കടന്നുപോയതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ശിർക്കിലേക്കായിരുന്നു. അതിന് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ അങ്ങ് ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യൂല. മറിച്ച് ഓരോ കിതാബുകളുടെയും സദസ്സുകളുടെയും പേരിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം എത്രയാണ്? ജസ്റ്റ് രാവിലെ ഒന്ന് ഇരുന്നിട്ട് ലൈവ് സദസ്സുകൾ, ഇസ്ലാമികമായ മജ്ലിസുകൾ ഇങ്ങനെ രാവിലെ സെർച്ച് ചെയ്തൊക്കെ 25,000 30,000 ആൾക്കാർ പങ്കെടുക്കുന്ന സദസ്സ്. എന്താ സദസ്സിലെ പ്രാർത്ഥന? ഉങ്ങളെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ. അതിന്റെ താഴുണ്ട് കമന്റുകൾ വായിച്ചു നോക്കി. നമ്മളെ ഉമ്മത്തിന്റെ കൗമ് മടവൂരിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അതിരാവിലെ 6 മണി മുതൽ 7 മണി വരെ 20,000 30,000 മനുഷ്യർ CM മടവൂർ എന്ന ഒരു മനുഷ്യന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വാചകങ്ങൾ, അള്ളാനെ പറ്റി പറയേണ്ട വാക്കുകളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഒരിക്കൽ ട്രെയിൻ യാത്രക്കിടയിൽ ഒരു കുടുംബത്തെ കണ്ടു. എവിടേക്കാ പോണത്? അങ്ങനെ എന്ന സ്ഥലത്തേക്കാ പോണത്. അപ്പൊ ചോദിച്ചു എന്താണ് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 11 കൊല്ലമായി കുട്ടികളില്ല. ഞാൻ തിരിച്ചു ചോദിച്ചോലോട്, CM മടവൂരിന് കുട്ടികളില്ല. മടവൂരിന് കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പ്രശ്നം മൂപ്പര് പരിഹരിച്ചത്? അപ്പൊ എന്നോട് മൂപ്പര് ചോദിച്ചു, നിങ്ങള് മുജാഹിദല്ലേ? അതുകൊണ്ട് പ്രശ്നമാവും പരിഹാരമാകുമോ? അതുകൊണ്ട് പരിഹാരമാവില്ല. ഈ ചോദ്യത്തിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ഇതുപോലും ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത 35 കൊല്ലം മുമ്പ് മരിച്ച ഒരു മനുഷ്യനോടാണ് ഇപ്പത്തെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. നാളെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ പറയാണ് എന്റെ വാപ്പയും ബാപ്പകാരണവന്മാരൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എന്താ അതിന് കുഴപ്പമെന്ന് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ തങ്ങട് ചാലാകാൻ തുടങ്ങും. ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാടുകൾ ഈ ഇരുമ്പിലെത്തും, മേച്ചേരിപ്പറമ്പും വട്ടപ്പറമ്പിലും അങ്ങാടികളിലുമൊക്കെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് രാത്രി കാലങ്ങളിൽ റബീഉൽ ആഖിർ മാസത്തിൽ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു നടത്തിയവരുണ്ട് ഇപ്പൊ ഈ സദസ്സില്. അതിന്റെ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്താ ചെയ്യുന്നത്? 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ എന്നാ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അല്ലാഹ്ന്നല്ല, പടച്ചോനെ എന്നല്ല, റബ്ബേ എന്നല്ല വിളിക്കുന്നത്. മുഹയ്യദ്ദീൻ ശൈഖിന്റെ റബ്ബായ അള്ളാനെ വിളിക്കേണ്ട മനുഷ്യന്മാര് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖിനോടാ പറയുന്നത്. ശരീരത്തിലേക്ക് കത്തിയെടുത്തിട്ട് വരഞ്ഞ് കുത്തി കീറിയിട്ട് യാ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി ശൈഖ് വന്ന് ഈ മുറി മാറ്റിത്തരുന്ന് വിശ്വസിക്കുന്ന വിവരം കെട്ട കൗമിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനങ്ങൾ വഴികേടിന്റെ വികടങ്ങളായ വാദങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ നാട്ടിൽ നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഭാഗത്ത് അവിടെ കൊടക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇങ്ങനെ പുതിയ പുതിയ സദസ്സുകൾ ഉണ്ടാക്കി ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടണമല്ലോ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാതെ ഒരു പുതിയ സാധനം ഉണ്ടാക്കി. അതുണ്ടാക്കിയത് സ്വലാത്തുൽ ഫാത്തിഹ. മൂപ്പർക്കൊരു സ്വലാത്ത് കിട്ടി. ആ സ്വലാത്ത് കൊണ്ടങ്ങോട്ട് തുടങ്ങിയിട്ട് സദസ്സിൽ ആള് ടൂറിസ്റ്റ് പ്ലേസിൽ ഊട്ടി പോയ തിരക്കിനേക്കാളും തിരക്കാണ് കൊടക്കാടങ്ങാടിയിൽ. അപ്പൊ എന്താണ്? തങ്ങളെ കാണണം. തങ്ങളെ സദസ്സിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് മൂപ്പര് ചിലപ്പോൾ തേൻ കൊടുക്കും, ചിലപ്പോൾ വെള്ളം കൊടുക്കും, എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം മൂപ്പര് പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കാണ്, നമ്മൾ എന്തിനാണ് ഈ വയല് കെട്ടി സ്റ്റേജ് കെട്ടി? നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാലോ, എനിക്കിപ്പോ കളവ് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇന്നും കിടക്കേണ്ട വീഡിയോ. നിങ്ങളൊക്കെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചോളെന്ന് പറയാൻ മുസ്ലിങ്ങളുടെ സമ്പത്തെടുത്ത് ഈമാനുള്ള മനുഷ്യന്മാർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സംഖ്യ ചൂഷണം ചെയ്ത് യതീമുകളുടെ പേര് പറഞ്ഞിട്ട് ഈ കൗമിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് പറയാൻ ഈ നാട്ടിൽ ചില ആളുകൾ ഉണ്ടാവണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴപ്പിലക്കി, കണ്ടാൽ മിണ്ടാതെ പകയും വിദ്വേഷവും വെറുപ്പ് വെച്ച് നമ്മൾ തമ്മിൽ ഇങ്ങനെ ജീവിക്കേണ്ടവരാണോ? അല്ല, പരസ്പരം ഒരു നസീഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മഹത്തരമായ ആശയങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. നാട്ടിൽ പല നിലക്കുമുള്ള ചൂഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ഈ സംഭവങ്ങളെ എത്ര വലിയ അബദ്ധമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു. എന്തിനാണ് ഖബർ സന്ദർശിക്കുന്നത്? സൂറുൽ ഖുബൂർ. നിങ്ങൾ ഖബർ സന്ദർശിക്കണം. സംശയമില്ല, നമ്മുടെ നാട്ടിലത്തെ ഖബറൊക്കെ നമ്മൾ സന്ദർശിക്കണം. ഏത് ഖബറും നമുക്ക് സന്ദർശിക്കാമല്ലോ. എന്തിനായിരിക്കണം? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനാണ്, മരണം ഓർക്കാനാണ്, നമ്മൾ നന്നാകാനാണ്, ഞാനും മരിക്കുമെന്ന് ചിന്തിക്കാനാണ്. ഖബറിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് ഖബർ സിയാറത്ത്. നമ്മുടെ വാപ്പാന്റെ ഖബർ, നമ്മുടെ ഉമ്മാന്റെ ഖബർ, പ്രിയപ്പെട്ട ബന്ധുക്കളുടെ ഖബറിടം സന്ദർശിക്കാൻ ആർക്കാ ഇവിടെ എതിർപ്പുള്ളത്? ഒരാളും എതിർക്കൂല. പക്ഷേ ഖബർ സിയാറത്ത് എന്ന പേര് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്താ? ഖബറിലേക്ക് പോകുന്നു. ആരുടേതാ? അത് ഇന്ന ആളുടേതാണ്. അയാൾക്ക് എന്താ പ്രത്യേകത? അയാൾ വലിയാണ്. ശരി, അവിടെ പോയിട്ട് എന്താ? അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെക്കുക, അവിടെ യാസീൻ ഓതുക, അവിടെ ജാറം മൂടുക, അവിടെ പൈസ ഇടുക. പൊന്നാനി ചെന്നാൽ അവിടെ എണ്ണ തേക്കുക, വേറെ സ്ഥലത്ത് ചെന്നാൽ കോഴിമുട്ട ഉടക്കുക, വേറെ സ്ഥലത്ത് ചെന്നാൽ തേങ്ങ ഉടക്കുക. പണ്ട് അമ്പലത്തിലുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളെ കൗമിന്റെ ഇടയ്ക്ക് കയറി വന്നു. എന്നിട്ട് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ആരാന്നൊന്നും അറിയില്ല. മുനമ്പത്ത് ബീവിന്റെ ഖബറുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് പറയണേ, ഒരു പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്,
വെളിയങ്കോട് ഉമർ ഖാദി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഖബറിൽ ആരാന്ന് ചോദിക്കരുത്, പേരറിയില്ല, ഊരറിയില്ല, ഒരു ഡെഡ് ബോഡി. പോയി ചോദിക്കുക, മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന, മുനമ്പത്ത് സ്ഥലത്തിന്റെ പേരാ, മുനമ്പത്ത് ബീവി എന്ന് പറഞ്ഞ ആളെ പേരെന്താ ചോദിക്കുക? പേരില്ല. ഈ ഖബറിങ്ങിലാണ് ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് കാര്യം നടക്കുന്നു പറഞ്ഞിട്ട് ഓടിക്കഥ ചോടിപ്പോണത്. കാഞ്ഞങ്ങാട് ചെല്ലുമ്പോ അവിടെ ഒരു ഡെഡ് ബോഡി മൊത്തമല്ല, 2 അവയവം മാത്രമാണ്. കാഞ്ഞങ്ങാട് അങ്ങാടിയിൽ ഖബറുണ്ട്, മക്ബറുണ്ട്. ആ ദർഗയിലേക്ക് ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, ഉലമാക്കന്മാര്, സാദാത്യങ്ങളാണ് അവിടുത്തെ ചടങ്ങ്. അവിടെ ചെന്ന് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പേര് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെന്താണ് ഇതിന്റെ പേരുള്ളത്? അവിടെ പേരിട്ടിരിക്കുന്നത് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു എന്ന പേരിട്ടിരിക്കുന്നത്. 2 അവയവുള്ളൂ, ഒരു തലയും ഒരു കാൽമുട്ടും. എന്നിട്ട് ആ പേരിട്ടിട്ട് അവിടെ പെട്ടി വെച്ച് അവിടെ ആരാധന കേന്ദ്രം ഉണ്ടാക്കി പൈസ വെച്ച് ഉറൂസ് നടത്തി. ഇനി ഉറൂസോ ഖബർ സന്ദർശിക്കുന്നത് പരലോകം ഓർക്കാനാ. ഇനി ഖബറിന് എന്താ നടക്കുന്നത്? ആന, ഫാസിലാബാനുവിന്റെ ഗാനമേള, ശിങ്കാരിമേളം, സുരാജ് വഞ്ഞാറമൂടിന്റെ കോമഡി, ഇതൊക്കെ എവിടെ നടക്കുന്നത്? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുതേ. ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തുള്ളിച്ചാടേണ്ട ഖബർ നബിതങ്ങളുടെ മദീനത്തെ ഖബറായിരുന്നു. എന്താ അവിടെ നടക്കാത്തത്? ഇത്ര കൊല്ലങ്ങളായി അവിടെ നടക്കൂല. അത് ദീനാണ് അവിടെ കൊടുക്കുന്നത്. തൊട്ടപ്പുറത്ത് ബഖീഉൽ ഖർഖദിൽ 10,000കണക്കിന് ഒറിജിനൽ ശുഹദാക്കന്മാരുണ്ട്, സ്വഹാബത്തുൽ കിറാമുണ്ട്, നബിതങ്ങളുടെ ഭാര്യമാരുണ്ട്, നബിതങ്ങളുടെ മക്കളുണ്ട്. അവരുടെ ഖബറിനേക്കാൾ വലുതാണോ മുനമ്പത്ത് ബീവി? അവരുടെ ഖബറിനേക്കാൾ വലുതാണോ സിയമടവൂര്? അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടില്ല, പെട്ടി വെച്ചിട്ടില്ല, ഒരു ചന്ദനത്തിന് കത്തിച്ചിട്ടില്ല. എന്താണ് അവർക്ക്? പൈസ ഇല്ലാണ്ടാ? സൗദി അറേബ്യന്റെ ഗവൺമെന്റിന് പൈസ ഇല്ലാണ്ടാ? അല്ല, ഇത് ദീനിനോട് യോജിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഒരൊറ്റ വാക്ക് മാത്രം പള്ളി ദർസുകളിൽ കൊടുക്കുന്ന ഹദീസാണിത്. 5 ദിവസം മുമ്പ് നബി തങ്ങൾക്ക് പനി ബാധിച്ച് അബോധാവസ്ഥയിൽ കിടക്കുക. ഇടക്കൊന്ന് ബോധം വരും. ബോധം വരുന്ന സമയത്ത് എന്തോ പറയുന്നുണ്ട്, കേൾക്കണില്ല. അടുത്തേക്ക് ചെവി പിടിച്ചു. പ്രിയപ്പെട്ട ഭാര്യമാർ അടുത്തേക്ക് വന്നു. എന്താ ചോദിക്കാൻ? അവിടുന്ന് പറയാണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദികൾക്കും നസ്വാറാക്കൾക്കും അല്ലാഹുവിന്റെ ശാപമുണ്ട്. ശാപം കിട്ടിയ കാര്യം എന്താ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറുകളെ മസാജിദുകളാക്കി സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയവരാണ് അവര്. ഇത് യഹൂദികൾക്കും നസ്രാനികൾക്കും ബാധകമായ സംഭവമാണ്. അത് നമുക്ക് ഹലാലായി മാറുമോ? ശാപം കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന കേസാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായ അമ്പിയാക്കന്മാർക്ക് പോലും അവരുടെ ഖബറുകളെ ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. നിങ്ങൾ പെരിന്തൽമണ്ണ അങ്ങാടി പോണ ആൾക്കാരാണല്ലോ. ഇരുമ്പുളത്ത് പെരിന്തൽമണ്ണ പോകാൻ വലിയ ദൂരമല്ലല്ലോ. പെരിന്തൽമണ്ണെന്ന് മണ്ണാർക്കാട് പോകാൻ ദൂരമുണ്ടോ? ഇല്ലല്ലോ. പെരിന്തൽമണ്ണെന്ന് മണ്ണാർക്കാട് പോണതിന്റെ നടുവിൽ സ്ഥലമുണ്ട്, നാട്ടുകൽ മക്കാം. ഖബറുമില്ല, കല്ലാണ്, നീട്ടിവെച്ചൊരു കല്ലുണ്ട്. ആ കല്ല് സന്ദർശിച്ച് പുണ്യം നേടാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ രാത്രി, ഞാൻ 2 മണിക്കൂർ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ അവിടെ ടൂറിസ്റ്റ് ബസ്സിൽ ആൾക്കാർ വരികയാണ് കാണാനും പ്രാർത്ഥിക്കാനും. പൈസ സുഹൃത്തുക്കളെ, ഖബറിന് എന്തിനാ പൈസ? അവിടെ ഉള്ളിക്കച്ചവടം ഒന്നും നടക്കണില്ലല്ലോ. അവിടെ ഖബറിന്റെ ഉള്ളിൽ ആളും മരിച്ചെടുക്കല്ലേ. പൈസ കൊടുക്കേണ്ടത് ഇപ്പുറത്ത് പാവപ്പെട്ട മനുഷ്യന്മാർക്കാണ്. ജീവിച്ചിരിക്കുമ്പോ കഷ്ടപ്പാടിൽ ടോയ്ലറ്റ് ഇല്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയാം, വീടില്ലാത്ത എത്ര പേരുണ്ടെന്ന് അറിയാം. സ്വർണത്തിന്റെ വില നമ്മളൊക്കെ ഇങ്ങനെ കുതിച്ചു വരെ 2 മക്കളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ട സംഖ്യ മറ്റോൾക്ക് വെതറാൻ കൊടുക്കുകയാണ്. പൈസ ആയിരങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കുക. എന്നിട്ട് കൊല്ലത്തിൽ ഈ പറയുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ ഒരു ഉറൂസും നടത്തും. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാന്റെ ദീനിൽ നിന്ന് നമ്മുടെ കുടുംബം തെറ്റിപ്പോയാൽ, ഖുർആനിന്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയാൽ, നമ്മുടെ പണം കൊള്ളയടിക്കപ്പെടും, നമ്മുടെ ഈമാൻ കൊള്ളയടിക്കപ്പെടും, നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നുമെന്നും പുതിയ പുതിയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉടലെടുത്തുകൊണ്ടിരിക്കും. വായിച്ചു. നമ്മൾക്ക് എത്ര നിർഭയത്വത്തിലാണ് ജീവിക്കുന്നത്. സമാധാനത്തിൽ ജീവിക്കാനുള്ള കാരണം എന്താ? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഭാണ്ഡങ്ങളോട് വിട പറഞ്ഞു.
അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്, ധാരാളമുണ്ട്. ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും. ആളുകളുടെ പണം ചൂഷണം ചെയ്യാ, സ്വലാത്ത് വകപ്പെട്ടി, ഓമാനുഷഹദാക്കളുടെ നേർച്ചപ്പെട്ടി, മീലാദ് വകപ്പെട്ടി, ദിക്റിന്റെ വകപ്പെട്ടി, മജ്ലിസുന്നൂറിന്റെ പെട്ടി. ദിക്ർ ചൊല്ലാൻ എന്തിനാ പെട്ടി, സ്വലാത്ത് ചൊല്ലാൻ എന്തിനാ പെട്ടി? ചൊല്ലിയാ മതി. എന്റെ കൂരൊക്കെ പടച്ചോന്റെ അടുത്താണ് കിട്ടുന്നത്. അത് പടച്ചോന്റെ അടുത്തേക്ക് എത്തിക്കാനും ആൾക്കാരുണ്ട്. നമ്മൾ പാത്തുമ്മക്കുട്ടി 500, സുബൈദക്കുട്ടി 250, ഇതിങ്ങനെ മഹല്ലിക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എത്തിക്കാനും ഇവിടെ മലായിക്കത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആഴ്ചക്കാഴ്ചക്ക് ഇതിന്റെ ചടങ്ങാണ്. എന്നിട്ട് ചില ആൾക്കാർ ചൊല്ലിയിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും കണക്ക് മോശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് 37 വക ഖദീജക്കുട്ടി 250 പ്ലസ് 500 ഇട്ടിങ്ങനെ മത്സരിക്കുക. നമ്മൾ ചൊല്ലുന്ന ദിക്റും നമ്മൾ ചൊല്ലുന്ന സ്വലാത്തും ഒക്കെ എത്തിക്കാൻ അള്ളാഹുവിന് ഇവിടെ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം വിറ്റുകൊണ്ടില്ല, യഅ്കുലൂന അംവാലന്നാസി ബിൽ ബാത്തിലി, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ട് തിന്നുക. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ഇതാണ് അപകടം. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നവരാണ്. അവസാനം പറയാണ്, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കു നബിയേ. ഇത് ജനങ്ങളോട് ചെയ്യുന്ന മഹാക്രൂരതയാണ്. ഇനി അതുമാത്രമല്ല, അള്ളാന്റെ ഖുർആൻ പറയുന്ന പരിഹാരങ്ങൾ കൂടി പറയാം. ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടായി, ഈ പറഞ്ഞ സംഭവങ്ങൾ മഖാമുകളിലും ദർഗകളിലും ഏലസിലും ചരടിലും ഒക്കെ പോയി അഭയം പ്രാപിക്കുന്നത് എന്തിനാ? തന്റെ ജീവിതത്തിലെ വല്ലാത്ത വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. ശരി, എങ്കിലൊന്ന് ചിന്തിച്ചു നോക്ക്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 3 ഇരുട്ടറക്ക് ഉള്ളിൽ കുടുങ്ങി. നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ ചില ഊരാക്കുടുക്കിൽ ചെന്ന് പെടുക. കടലിന്റെ ഉള്ളിലാണ്, മത്സ്യത്തിന്റെ ഉള്ളിലാണ്, രാത്രിയുടെ ഇരുട്ടിലാണ്. 3 ഇരുട്ടിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുമ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിന് ഒരു മൗലൂദും പരിചയമല്ല, ഒരു സ്വലാത്തുൽ ഫാത്തിഹും അറിയില്ല. യൂനുസ് നബി എന്താ പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതാണ് നമ്മളെ പ്രയാസം മാറാനുള്ള ദുആ. പഠിക്കാത്തവരൊക്കെ ജീവിതത്തിൽ പഠിച്ചു നോക്കേണ്ടതാണ്. നമ്മളൊക്കെ അവിടെയും പടി കൊണ്ട് സ്റ്റിക്കർ ഇട്ട് ഒട്ടിച്ചിറക്കുക. പഠിക്കണില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രാർത്ഥിച്ചു. മത്സ്യം നിമിഷങ്ങൾക്കകം കടലിന്റെ ഒരു ഓരത്ത് കൊണ്ടുവന്നിട്ട് യൂനുസ് നബിനെ പുറത്തേക്ക് തള്ളി. ഇതാണ് അള്ളാന്റെ കാവൽ. അള്ളാഹുവിൽ തവക്കുൽ ഉണ്ടാവണം, അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാകണം. രോഗങ്ങൾ നൽകും പടച്ചറബ്, സംശയം വേണ്ട. രോഗങ്ങൾ തരും. ആ രോഗങ്ങൾ മാറാൻ ജ്യോത്സ്യനെ സമീപിക്കുക. എന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരൻ ചെയ്തതാണ് അത് ഇവൻ പോകുമ്പോ എന്നെ നോക്കി. അത് മറ്റും പോകുമ്പോ അവനോട് സുഖല്ലേ എന്ന് വെറുതെ ചോദിച്ചു. എന്നിട്ട് പിന്നെ ഓന്റെ മേത്തുക്കായി ഒരു രോഗം തന്നത് പടച്ച റബ്ബിന്റെ ഖലായിലാണെന്ന് വിശ്വസിക്കാനുള്ള കൗമിന്റെ ബോധം വേണ്ടേ? ശരി, ഇനി രോഗം വന്നപ്പോ എന്താ ചെയ്തത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നബിമാരുടെ പണി പറയാം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് 18 കൊല്ലം രോഗം ബാധിച്ചു. നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്ന ആൾക്കാരാ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സകലതും നഷ്ടപ്പെട്ടു. അങ്ങനെയാണല്ലോ, പൈസ ഉണ്ടായപ്പോ നമ്മള് കുറെ ആൾക്കാർ ചായ കുടിച്ചു തരാനും ടൂർ പോകാനും കുറെ ആൾക്കാരുണ്ടാവും. പൈസ ഒക്കെ പോയാലുണ്ടാവുക, എല്ലാം പോയി. മക്കൾ ഇങ്ങനെ ഒരാളെ മയ്യത്ത് കുളിപ്പിച്ച് മറവ് ചെയ്തു വരുമ്പോ അടുത്ത കുട്ടി മരിച്ചു കിടക്കുകയാണ്. എടുത്ത് മറവ് ചെയ്യാം. രോഗം ബാധിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മുറിവ് ഇങ്ങനെ പൊട്ടി വിളിക്കാൻ. നമുക്ക് 2 ദിവസം പനി വരുമ്പോഴത്തിന് നമ്മുടെ നാവിന്ന് വരുന്ന വാക്കെന്തായിരിക്കും? നമ്മൾ നോക്കുന്ന രോഗി ഒരു 2 ദിവസം കിടപ്പിലായ നമ്മൾ എന്തൊക്കെ പറയും? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 18 കൊല്ലം രോഗം ബാധിച്ചു. നോക്കാൻ ഒരാളുണ്ടായിരുന്നു, ഭാര്യ. എന്തിനാണ് ഭാര്യ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് കല്യാണം? ചില ആൾക്കാർ പറയും കല്യാണം ഉണ്ടായിക്കോട്ടെ, മക്കള് വേണ്ട. മക്കള് വേണ്ടാന്ന് നമ്മളെ വാപ്പിമ്മി തീരുമാനിച്ചെങ്കിൽ നമ്മളെവിടെ ഉണ്ടാവും? പൊട്ടത്തരങ്ങളും മാത്രമാണ് പുതിയ തലമുറക്ക് യൂട്യൂബർമാർ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
വ്ളോഗർമാർ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരെ നല്ലത് പഠിപ്പിക്കാനൊന്നും കൗമില്ല. വളാഞ്ചേരി അങ്ങാടിയിൽ തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു. ആരാണ് അയാൾ? അയാൾ തിന്നുന്ന മാഗിയും നൂഡിൽസും ഒക്കെ എടുത്തിട്ട് തന്റെ ട്രൗസറിന്റെ ഉള്ളിൽ തിരികെ കയറ്റിയ ആളാണ്. ഇത് അവിടേക്ക് പോകേണ്ടതല്ല, ഇത് തൊള്ളേക്ക് പോകേണ്ടതാണെന്ന് ബോധമില്ലാത്ത ഈ മനുഷ്യനെ കാണാൻ വളാഞ്ചേരി അങ്ങാടിയിൽ നിങ്ങളെ കുട്ടികളൊക്കെ പടം നിരന്ന് നിൽക്കുന്നു. ഇരുമ്പലത്തുനിന്നും മേച്ചേരിയൊന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. എത്ര വയസ്സുള്ള കുട്ടികളെ വന്നത്? 7ാം ക്ലാസ്സുകാരൻ, 5ാം ക്ലാസ്സുകാരൻ, 4ാം ക്ലാസ്സുകാരൻ. ഓനോട് ചോദിച്ചു, എന്താ മോനേജ് വളാഞ്ചേരി അങ്ങാടിയിൽ നിൽക്കുന്നത്? ഞാൻ മൂപ്പര ഫാനാണ്. ബാപ്പ വാഴലിലും ഇസ്ലാമിന്റെ നിസ്കാരത്തിലും ഒക്കെ ഉഷാറായി നടക്കുക. ചെക്കൻ ഫോണിൽ മൂപ്പര വീഡിയോ കണ്ടിട്ട് ത്രില്ല് കയറിയിട്ട് നടക്കുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം ബാധിച്ചു. 18 കൊല്ലായി. ഭാര്യ മുഴുവനായി ആ ചുമതല ഏറ്റെടുത്തു. ശരീരം മൊത്തം ഇങ്ങനെ ആ വ്രണപ്പാടുകൾ, മുറിപൊട്ടി ഒഴുകുന്ന ചലമൊഴുകുന്ന രംഗമൊക്കെ വന്നിട്ടുണ്ട്. വൃത്തിയാക്കുന്ന രംഗമൊക്കെ അൽബിദായ വന്നിഹായ കിതാബിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം തന്റെ ഭാര്യക്ക് ഇനി നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ സാമ്പത്തിക ഞെരുക്കം വന്നു. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു ഭാര്യക്ക്. ഭാര്യ തന്റെ തലയിലുണ്ടായിരുന്ന തലമുടി പകുതിയോളം മുട്ടി വെട്ടിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. എന്ന് പറഞ്ഞാൽ അന്ന് മുടിക്ക് വില ഉണ്ടായി. ആ പൈസ കൊണ്ട് ഭർത്താവിനെ നോക്കി. അത് കഴിഞ്ഞിട്ടും പണം കഴിഞ്ഞു. അവസാനം തലമുടി മൊത്തം മൊട്ടയടിച്ചിട്ട് ആ മുടി കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റു. എന്നിട്ട് ഭർത്താവിനെ നോക്കി. എന്നിട്ട് അവസാനം ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കുമ്പോൾ മുടി കാണാനില്ല. അപ്പോഴാണ് അറിയുന്നത് ഇതും കൊടുത്തുക്കണു എന്നുള്ളത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയ്യൂബ് നബി പറഞ്ഞു, അന്നീ മസ്സനിയല്ലുർ വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, നീയാണ് കാരുണ്യവാനിൽ ഏറ്റവും കാരുണ്യമുള്ളവൻ. ഞാൻ ഏറ്റവും വലിയ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് റബ്ബേ. നിന്നിൽ പ്രതീക്ഷയോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടോ? സുജൂദിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഇബാദത്ത് ചെയ്തിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് കരഞ്ഞ് യാചിച്ച ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതായിരുന്നു ഇവർക്കൊക്കെ പരിഹാരം ഉണ്ടായിരുന്നത്. കുട്ടികളില്ലാതെ വിഷമിച്ചു. ചിന്തിച്ചോ കിട്ടോ, നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ 2-3 കുട്ടികളെ കിട്ടിയ ആൾക്കാരെങ്കിലും നമ്മൾ ഞെട്ടിപ്പോയി. സർപ്രൈസ് ആയി കുട്ടികൾ ഉണ്ടാകരുതേ എന്ന് വിചാരിച്ചപ്പോൾ കുട്ടികളുണ്ടായ ആൾക്കാരുണ്ടാവും. കുട്ടികൾ ഉണ്ടാവാൻ കൊതിച്ചവരായിരുന്നു സക്കരിയ നബിയും ഇബ്രാഹിം നബിയും. ഏത് മഖാമിലേക്കാണ് ഓടിയത്? എത്ര നബിമാരുടെ ഖബറുകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ കല്ലുകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ പാറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. സക്കരിയ നബി താമസിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സക്കരിയ നബിയും ഇബ്രാഹിം നബിയും ഒക്കെ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, പടച്ചോനെ നല്ല സന്താനങ്ങളെ തരണേ. റബ്ബി ഹബിലി മിൻ ലദുൻക ദുരിയതൻ ത്വയ്യിബാ, ശിഷ്ടമായ ഗുണങ്ങളുള്ള മക്കളെ തരണേ എന്ന് അല്ലാഹുവോട് പറയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ അമ്പിയാക്കന്മാരുടെ ചരിത്രം ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒട്ടനേകം ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ റബ്ബിനോടാണ്. ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ ബർക്കത്തോണ്ട് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെ, ബദറിന്റെ രണഭൂമിയിൽ ആ റമദാനിന്റെ 17 പ്രയാസപ്പെട്ടുകൊണ്ട് നാളത്തെ കാര്യങ്ങൾ എന്താകും, യുദ്ധത്തിൽ ജയിക്കുമോ തോൽക്കുമോ, നമ്മുടെ നബിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ബേജാറിലിരിക്കുന്ന ബദറിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അന്നത്തെ മനുഷ്യരെല്ലാം പൊട്ടിക്കരയുകയാണ്. മഹാനായ നബി തങ്ങൾ രാത്രി എല്ലാവരും വിശ്രമിക്കുമ്പോ ഉറങ്ങാതെ ഇരുന്ന് സുജൂദിൽ കിടന്ന് കരയുകയാണ്. അവിടുന്ന് ബദറിൽ പങ്കെടുക്കുന്നവര് അള്ളാഹിനോട് പറയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ബദരീങ്ങള് അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം നൽകി. ആയിരക്കണക്കിന് മലായികത്തുകളെ ഇറക്കിയിട്ട് അള്ളാഹ് സഹായിച്ചു. ആ ബദരീങ്ങളെയാണ്, ബദരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണം. ആ ബദരീങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു.
വെള്ളിയാഴ്ച ഓതുന്ന സൂറത്താണ് അൽ കഹ്ഫ്. ആർക്കെങ്കിലും ആ ശീലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം. പണ്ടൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്ന ഒരു കൂട്ട ശബ്ദം കേട്ടിരുന്നു. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്ന് അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്ന മഹത്തരമായ അധ്യാപനത്തിൽ നമ്മൾ ഒരുപാട് കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവ് നശ്വരമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, പരലോകം പഠിപ്പിക്കുന്നുണ്ട്, മൂസാ നബിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, തോട്ടക്കാരുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ അസ്ഹാബുൽ കഹ്ഫിൽ 309 കൊല്ലം കിടത്തി ഉറക്കിയ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കന്മാരിലെ മികച്ചവരായ ഖുർആൻ പരിചയപ്പെടുത്തിയവർ ഗുഹന്റെ ഉള്ളിലേക്ക് അവർ കടക്കുകയാണ്. വാതിലുകൾ അടയുകയാണ്, പുറത്തു കടക്കാൻ ഒരു മാർഗവുമില്ല. എന്താ ചെയ്തത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. പടച്ചോനെ, ഞങ്ങൾക്ക് ഈ കാരുണ്യം നൽകി ഞങ്ങളെ കാര്യങ്ങളൊന്ന് എളുപ്പമാക്കി തരണേ. സഹോദരങ്ങളെ, ഒരു ചെറിയ പ്രദേശത്ത് ഇവിടെ 4-5 ആളുകളാണ് നമ്മളെ സംഘാടകരായിട്ടുള്ള. അല്ലാഹുവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഈ ഒരു നന്മ ഇവിടെ പറഞ്ഞതും ഇവിടെ കേട്ടതും ഇതിന്റെ ബാക്കിയായത് ഓൺലൈനിൽ യൂട്യൂബിൽ ഇപ്പോൾ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന നാളെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തുമ്പോൾ അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു വിഹിതം അകമഴിഞ്ഞുകൊണ്ട് നമ്മൾ സഹായിക്കാൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര് അവരുടെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ ഏതെങ്കിലും സൃഷ്ടികളിലേക്ക്, ഏതെങ്കിലും ഖബറുകളിലേക്ക്, ഏതെങ്കിലും കല്ലുകളിലേക്ക് അല്ല അവർ പോയത്. ഇനി മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കുട്ടി ഇരിമ്പിലെ സ്കൂളിൽ വിട്ട് വന്നു, സ്കൂളിൽ നിന്ന് പോന്നിട്ടുണ്ട്. 6 മണിക്ക് അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെ കുട്ടിനെ ലാസ്റ്റ് പീരീഡ് ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയാൻ. നിങ്ങൾ വീടൊക്കെ തെരഞ്ഞു, എല്ലാവർക്കും ഫോൺ വിളിച്ചു നോക്കി, കുട്ടിനെ കാണാനില്ല. ആലോചിക്കണേ, ഒരു ദിവസം നമ്മുടെ കുട്ടിനെ വഴിയിൽ കാണാതെയായാൽ നമുക്കുണ്ടാകുന്ന നീറിപ്പുകയിൽ എത്ര ഉണ്ടാകും? 30 കൊല്ലം കാണാതെയായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വായിക്കേ, സൂറത്ത് യൂസുഫ് വായിക്കേ. 30 കൊല്ലം. ഏതാ യൂസുഫ്? മക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും സ്നേഹമുള്ള യൂസുഫ് നബിനോടാണ് യാക്കൂബ് നബി ഏറെ പ്രാധാന്യം കൊടുത്തത്. കാരണം യൂസുഫ് നബിന്റെ ഉമ്മ കുറച്ചു ചെറുപ്പത്തിൽ മരണപ്പെട്ടതാണ്, കുട്ടിന്റെ ചെറുപ്പത്തിൽ. അപ്പൊ നല്ല സ്നേഹത്തോടെ നോക്കിയിരുന്ന മോനായിരുന്നു. കളിക്കാൻ കൊണ്ടുപോകട്ടെ, ഞങ്ങൾ ആടിനെ നോക്കാൻ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോ വാപ്പ പറയുന്നുണ്ട്, വേണ്ടടാ, നിങ്ങൾ പോകുമ്പോ ഓനെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വല്ല കളിയിലും തിരക്കിലൊക്കെ പെട്ട അവനക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും, നിങ്ങൾ ഓനെ കൊണ്ടോണ്ട. മക്കൾ പറയാണ്, വാപ്പാക്ക് എന്താ ഞങ്ങളെ വിശ്വാസല്ലേ, ഞങ്ങൾ ഞങ്ങൾ നല്ല നോക്കും. ആ ധൈര്യത്തിലാണ് കയറൂരി വിട്ടത്. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണാതെയാവുകയാണ്. എന്താ പറഞ്ഞ്? ചെന്നായ കടിച്ചുകൊണ്ടുപോയി. പക്ഷേ യാക്കൂബ് നബി അലൈഹിസ്സലാം മനസ്സിന്റെ നീറിപ്പുകയാ, കണ്ണിന്റെ നിറക്കം മാറി കരഞ്ഞിട്ട് നീറിപ്പുകഞ്ഞ മനസ്സിന്റെ വല്ലാത്ത വേദന. ഇനി എന്താ പരിഹാരം? ഏത് ഏലസാ കെട്ടിക്കൊടുത്തത്? ഏത് ചരടാ അഭയം പ്രാപിച്ചത്? ആര് തുപ്പിയ വെള്ള കുടിച്ചത്? ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എന്റെ ആവലാതി, എന്റെ വേവലാതി, എന്റെ സങ്കടങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കുകയാണ്. അങ്ങനെ എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും പടച്ച റബ്ബിലേക്ക് പരിഹാരത്തിന് വേണ്ടി കേണപേക്ഷിക്കുകയായിരുന്നു അവരുടെ പരിഹാര മാർഗമായി. ആ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, അമ്പിയാക്കന്മാർ സിദ്ദീഖുമാരുടെ ഒക്കെ ചരിത്രത്തിലൂടെ നമുക്കും നേടാനുള്ള ഗുണം അതാണ്. നിബിതങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിച്ചതെന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിൽ എല്ലാ ഹസനത്തും നന്മയും തരണം, ദുനിയാവിലും ഞങ്ങൾക്ക് നന്മകൾ തരണം. വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും ഞങ്ങൾക്ക് ഒട്ടനേകം നന്മ തരണം. വഖിനാ അദാബന്നാർ, നാളെ അല്ലാഹുവിന്റെ അദാബിന്റെ ലോകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഇതായിരുന്നു ഇസ്ലാം മുന്നോട്ട് വെച്ച പരിഹാരം എന്ന് പറയുന്നത്. ഈ പരിഹാരത്തിലേക്ക് നമ്മുടെ കുടുംബം ഒന്നടങ്കം വരണം. ഇത് തോണിയാണ്. ഈ തോണിയില് ഒരാള് കടന്ന് ആടിക്കളിച്ചാൽ ഇത് മറിയും. ഒരു ബാപ്പ മോശക്കാരനായാൽ തോണി മറിയും. ഒരു ഭാര്യ മോശക്കാരിയായാൽ ഇതിന് സുഖം ഉണ്ടാവില്ല, ഇത് ഓടിക്കൂല, മുന്നോട്ട് പോവില്ല. ഒരു മകൻ, ഒരു മകള് മതി നമ്മുടെ എല്ലാ സ്വസ്ഥതയും കളയാൻ. എന്താ ചെയ്യാ?
അതും ഖുർആൻ പഠിപ്പിച്ചു തരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് നമ്മളെ വലിയ ലക്ഷ്യമാണ്. മക്കയിലേക്ക് ഇറങ്ങി പ്രബോധനം ആരംഭിക്കുമ്പോൾ നബിനോട് പറയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയേ, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് താക്കീത് കൊടുക്കണം. നോക്കൂ, നിങ്ങൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാ സംസാരിക്കുന്നത്? ബാപ്പാനോട്. ബാപ്പാക്ക് എന്താ കുഴപ്പം? ബാപ്പാക്ക് കുഴപ്പമുണ്ട്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കും, അത് ആരാധിക്കും, അത് പൂജിക്കും, ഹോൾസെയിലായി ജനങ്ങൾക്ക് അത് വിൽക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ വാപ്പ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മകൻ ആഗ്രഹം ഉണ്ടായി. വാപ്പാനോട് ഞാൻ എങ്ങനെ പറയാ? ഒരു കുഴപ്പമില്ല, സ്നേഹത്തോടെ പറഞ്ഞാ മതിയാ. ബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പ. 4 ആയത്താ വിളിച്ചത്. ആയത്തിലൊക്കെ തുടങ്ങും എങ്ങനെയാണ്? യാ ബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പ. ഒരു വല്ലാത്ത വിളിയാണ്. കാഫിറേന്ന് വിളിച്ചില്ല, മുശ്രിക്കേന്ന് വിളിച്ചില്ല, ജിന്നേന്ന് വിളിച്ചില്ല, പിശാചേന്ന് വിളിച്ചില്ല, ഒരു പേരും വിളിക്കാറില്ല. യാ ബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത ഈ വസ്തുക്കളെ എന്തിനാ വാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ ചോദ്യം നമുക്ക് ചോദിക്കാം. നമ്മുടെ വാപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ അടുത്തൊരു പിശകുണ്ടെങ്കിൽ ചോദിക്കേണ്ട ചോദ്യമാണത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ ചോദിക്കാണ്, വാപ്പാ, ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് ദേഷ്യം കൊണ്ടല്ല. യാ ബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ. ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ, നാളെ അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. വേറൊരു ഉദ്ദേശമില്ല. നിങ്ങൾ ഇതുകൊണ്ട് നരകത്ത് പോകരുതെന്ന് വിചാരിച്ചിട്ട് വാപ്പ. പ്രിയപ്പെട്ട മകനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ അടുത്തേക്ക് വാപ്പ ചെല്ലാണ്. മകനോടൊക്കെ ഉപദേശിക്കുക, ഉസ്താദ് ചെയ്യണ്ടല്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മളെ കുട്ടികളെ ഏറ്റവും ഡീസന്റ് ആയി ഉപദേശിക്കാൻ പറ്റുന്ന ആൾക്കാര് വാപ്പിമ്മയാണ്. അവരത് ചെയ്യാത്തത് കൊണ്ട് വേറെ ചില ആൾക്കാർ ചെയ്യും. അതുകൊണ്ട് മക്കൾ പറയും, സാറിന്റെ പണിയെടുത്താൽ മതി, വാപ്പാന്റെ പണിയെടുക്കണ്ട. കാരണം ആ പണിയെടുക്കേണ്ട വാപ്പി. ഉപദേശിക്കാൻ ചെന്നാൽ ഒരു നമ്മളെ മേക്കിട്ട് കയറും. നിങ്ങൾ എന്തിനാക്കെ നോക്കണം? അത് പഠിപ്പിച്ചാ പോരെ. നിങ്ങൾ എന്റെ മുടിമുക്ക് നോക്കണം, നിങ്ങൾ എന്റെ ഫോൺ നോക്കണം, നിങ്ങൾ പഠിപ്പിച്ചാ പോരെ, ശമ്പളം തന്നാ പോരെ. പക്ഷെ നമ്മൾ വാപ്പാനോടും ഉമ്മാനോടാ ചോദ്യം ചോദിക്കില്ല. അവരത് ഉപദേശിക്കണം. നൂഹ് നബി അലൈഹിസ്സലാം മകന്റെ അടുത്ത് ഇല്ലാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകബ് മഅനാ, നാളെ പ്രളയം വരാൻ പോവുകയാണ്, ഇവിടെ നശിക്കാൻ പോവുകയാണ്. വാപ്പാന്റെ കുട്ടി ഒന്ന് പറഞ്ഞത് കേൾക്ക്. ഒന്ന് ബോധമുള്ള കുട്ടിയാ, ഓനോട് പറയണേ, വാപ്പാന്റെ കുട്ടി ഒന്ന് പറഞ്ഞാ കേൾക്ക്. യാ ബുനയ്യ, പൊന്നുമോനെ, വിളിക്കണ പേരൊക്കെ, പൊന്നുമോനെ, ഇർകബ് മഅനാ, ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറി വാ. വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ കൂട്ടത്തിലേക്ക് മോന് പോകല്ലേ. അപ്പൊ മകൻ അന്നത്തെ ന്യൂ ജനറേഷനാ, അന്നത്തെ ഫ്രീക്കനാണ്. ഓൻ പറയാണ്, വാപ്പാന്റെ കപ്പലും വാപ്പാന്റെ തൗഹീദ് ഇസ്ലാമൊക്കെ ഇട്ടോണ്ട് പോയാൽ മതി. ഞാൻ മലന്റെ മുകളിലോ മരത്തിന്റെ മുകളിലൊക്കെ കേറിയിട്ട് ഞാൻ എങ്ങനെങ്കിലും രക്ഷപ്പെടും. അപ്പൊ വാപ്പാന്റെ കാര്യം നോക്കിയാൽ അവൻ കേറിയില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കപ്പൽ കേറിയിട്ടില്ല. പിന്നെ പൈനേക്കാൾ വലുതാണ് നമ്മളെ കുട്ടികള്. പോരായ്മകൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും. ഏത് ഷെയ്ഖിന്റെയും ഏത് ഉസ്താദിന്റെയും ഏത് പണ്ഡിതന്റെ മകനിലും പോരായ്മകൾ സംഭവിക്കും. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ എവിടെയാ? നരകത്തിൽ. ചില ആൾക്കാർ അങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഓന്റെ ഭാര്യ അങ്ങനെ, ഓള ഭർത്താവ് അങ്ങനെ. അതൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. ഇത് ഹിദായത്താണ്, ഇത് സത്യം ലഭിക്കുക, ഹുദ ലഭിക്കലാണ്. നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യനെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യനെ ഖുർആൻ പറഞ്ഞത് അറിയോ? കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ, നല്ല 2 അടിമകളുടെ കീഴിൽ ജീവിച്ചവരായിരുന്നു. ഫഖാനതാഹുമാ, അവരെ വഞ്ചിച്ചവരാണ്. അവർ പറഞ്ഞ ആദർശം ഒന്നും അവർ കേട്ടില്ല. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുലൻ നാറ മഅ ദാഖിലീൻ, അവരോട് നരകത്തിൽ പ്രവേശിക്കാൻ പറയും. നരകത്തില. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ നരകത്തിലാന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ പറഞ്ഞ ആദ്യത്തെ അച്ചടക്കം, അല്ലാഹുവിന്റെ സന്ദേശം സ്വീകരിച്ചവർക്കേ സ്വർഗ്ഗമുള്ളൂ.
അല്ലാതെ വാപ്പന്നാളായിരുന്നു ഉമ്മന്നാളായിരുന്നു കാര്യം ഉണ്ടാവില്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം തന്റെ മകനെ വിളിച്ച 10 ഉപദേശങ്ങളാ സൂറത്ത് ലുഖ്മാനിൽ കൊടുത്തിരിക്കുന്നത്. എന്താ വിളിക്കുന്നത്? യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ, പൊന്നുമോനെ. അത് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. കുടുംബസമേതം ഖുർആൻ ക്ലാസ്സുകളിൽ വന്നിരിക്കാൻ മടി കാണിക്കുന്നവരോട് ഞാൻ എഴുതി വെച്ചോ, നാളെ നിങ്ങൾ 1000-10,000 കൊടുത്ത് കൗൺസിലിംഗിന് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ നമ്മൾ പെടാതിരിക്കാൻ പെരിന്തൽമണ്ണയിൽ ന്യൂ ഹോപ്പ് എന്ന് പറയുന്ന അഡിക്ഷൻ സെന്റർ ഉണ്ട്. അവിടെ വരുന്ന മക്കളുടെ പ്രായം 11 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സുള്ള പെൺകുട്ടി. എന്തിനാ? ലഹരിയിൽ നിന്ന് മോചനം തേടി കടന്നു വരികയാണ്. ആരാ? അവർക്കൊക്കെ വാപ്പുണ്ട്, ഉമ്മയുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസം 25-ാം തീയതി, കഴിഞ്ഞ ഡിസംബർ 30-ാം തീയതി അവസാനത്തെ ദിവസം, കഴിഞ്ഞ ഡിസംബർ അവസാനിക്കാൻ പോലെ, ആ അവസാന സമയത്ത് ഞാൻ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി നാട്ടിൽ വന്നിറങ്ങാം. സമയം രാത്രി 2 മണിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ട്രെയിനിലേക്ക് ഞാൻ ഇറങ്ങുന്ന ട്രെയിനിലേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചാടി കയറുന്നുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടില്ല. പോലീസിനെ കണ്ടപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഏലി പത്തായത്ത് കയറിയമാര് ഓടാണ്. അപ്പൊ ചോദിച്ചു ഇവരോട്, മക്കളെ എവിടേക്കാ പോണ്? സാറേ ഞങ്ങള് എറണാകുളത്ത് പോവാണ്. നമ്മളെ കുട്ടികളാ, മുസ്ലിം ടച്ചുള്ള കുട്ടികളാ. എന്താ എറണാകുളത്ത്? സാറേ ന്യൂ ഇയർ അല്ലേ? ഈ 15 വയസ്സുള്ള 16 വയസ്സുള്ള 17 വയസ്സുള്ള ഈ മക്കൾക്ക് വാപ്പല്ലേ? എന്റെ കുട്ടി എന്റെ കൂടെ കിടക്കണുണ്ടോ എന്ന് ഒരു നോട്ടം നോക്കാൻ ഒരു വാപ്പയില്ലേ? ഈ മക്കൾ ഈ അർദ്ധരാത്രി എഴുന്നേറ്റ് പോകുമ്പോ ആൺകുട്ടികൾ മാത്രല്ല പെൺകുട്ടികളും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇനിയിപ്പോ പൂക്കൊല്ലം മാറാൻ പോവാണ്, പുതിയ ടീം വരാൻ പോവാണ്. ഇവിടെ ഒന്നും ആഘോഷമല്ല. ഒന്നുകിൽ എല്ലാ തിന്മകളുടെയും ഹബ്ബായ എറണാകുളത്തേക്ക് ഇവിടുന്ന് ആള് പോകും. നമ്മൾ അറിയില്ല. എറണാകുളം മതിയാകാത്തവർക്ക് ഒന്നുകൂടി ക്വാളിറ്റി കിട്ടണമെങ്കിൽ, മുഞ്ചിയത് കിട്ടണമെങ്കിൽ ബാംഗ്ലൂർ കോടിക്കറും. നമ്മുടെ നാട്ടിൽ നിന്ന് പോണ ആൾക്കാർ എന്തിനാ പോണത്? ലഹരി നുകരാൻ, ഡാൻസ് ബാറുകളിൽ ഉല്ലസിക്കാൻ. ഇത് എന്റെ 1 കൊല്ലം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് സന്തോഷിക്കാം. ആയുസിന്റെ വിലപ്പെട്ട ആയുസ് പോയതിന്റെ പേരിൽ ആശംസിക്കാണ്. ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും. എന്ത് സന്തോഷാണ് എന്റെ ആയുസ് കഴിഞ്ഞു പോയതിൽ. ഇവിടെ എന്ത് സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്? മഹാരഥന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്താണ്, അലിയാർ തങ്ങൾ ഉപദേശിക്കാറുണ്ട്. സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളാണല്ലോ അലിയാർ തങ്ങൾ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മനുഷ്യ നിന്റെ ആയുസ് നിനക്ക് കിട്ടിയെങ്കിൽ ഇദാ ആശൽ ഫതാ 60 ആമാ, ഒരു 60 കൊല്ലം നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി, അതിന്റെ 30 കൊല്ലം രാത്രിയാണ് കേട്ടോ. 60 കൊല്ലം ജീവിച്ച 30 കൊല്ലം രാത്രിയാണ്. ഉറപ്പല്ലേ? ബാക്കി വരുന്നത് എത്രയാ? അതിൽ 15 കൊല്ലം കുട്ടിക്കാലമാണ്. ഒന്നും അറിയാത്ത നടന്ന് ബാക്കി വരുന്ന കുറച്ചു കാലം ജോലി തേടി, പെണ്ണ് തേടി, കച്ചവടം തേടി, ഡിഗ്രി തേടി നടന്ന കാലങ്ങളാണ്. അവസാനം കുറച്ചു കാലം നിനക്ക് നിന്റെ കുടുംബവുമായുള്ള ജീവിതമാണ്. അതും കഴിഞ്ഞ് അവസാനം വാർദ്ധക്യത്തിലാണ്, പിന്നെ രോഗങ്ങളാണ്, അവസാനം മരിക്കാണ്. ഇതിന്റെ ഇടയിൽ എവിടെയാണ് ഞാൻ എന്റെ ആയുസ്സിനെ ധന്യമാക്കിയത്? എവിടെയാണ്? ഇവിടെയാണ് തന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞത്. ആയുസ് വിലയേറിയതാണ്, അത് നഷ്ടപ്പെടുത്തരുത്. നാളെ പരലോകത്ത് അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നല്ലേ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. യുവത്വത്തെ കുറിച്ച് അൻശബാബിഹി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് യുവാക്കൾ ഈ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്. സാധാരണ കാണാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വയലുകളിലൊന്നും ചെറുപ്പക്കാരില്ല എന്ന പരാതി ആരും ഇനി പറയണ്ട. നമ്മുടെ നാട് വിളിച്ചാൽ, ക്ഷണിച്ചാൽ കേൾക്കാൻ തയ്യാറുള്ള ഒരു നാടായി മാറുകയാണ്. ഈ ചെറുപ്പക്കാരോട് പറയുകയാണ്, ഇപ്പൊ നമുക്ക് കൈക്കരുത്തുള്ള പ്രായമാണ്, നല്ല സമ്പത്ത് കിട്ടുന്ന പ്രായമാണ്, ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ വയസ്സ് പടച്ചോൻ പ്രത്യേകം ചോദിക്കും. 44 വയസ്സിന്റെ ഉള്ളിൽ കുടുങ്ങുന്ന നമ്മളോട് അൻശബാബിഹി, ആ യുവത്വത്തെ കുറിച്ച് ചോദിക്കും. എന്തിലാ ചെലവഴിച്ചത്? ക്ലബ്ബുകളിലായിരുന്നോ, ടൂറുകളിലായിരുന്നോ, ഡാൻസ് ബാറുകളിലായിരുന്നോ, മദ്യക്കുപ്പികളിലായിരുന്നോ, ഹാൻസും കഞ്ചാവും സിഗരറ്റും അടക്കം വലിച്ചു നടക്കുകയായിരുന്നോ? എന്തിലായിരുന്നു നീ ലയിപ്പിച്ച് തീർത്തത് ഈ പ്രായമെന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്?
പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുണ്ടോ? രോഗികളുടെ കൂടെ നിൽക്കാനുണ്ടോ? വീടില്ലാത്തവന്റെ പ്രയാസങ്ങൾ അന്വേഷിക്കാറുണ്ടോ? ഭക്ഷണം കിട്ടാത്തവനെ പറ്റി അന്വേഷിക്കാറുണ്ടോ? പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ ഈ ഒരു നന്മന്റെ കൂടെ ഉണ്ടാവുക. ഒരുപാട് പ്രോഗ്രാമുകൾ യുവാക്കൾക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ്. അവരുടെ ദാമ്പത്യം ഉഷാറാക്കിയെടുക്കാൻ, അവരുടെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ ദഅവത്തിലേക്ക് ഇറങ്ങാൻ, ദീനിയായ ധാരാളം അറിവ് വർദ്ധിപ്പിക്കാൻ ധാരാളം കിതാബുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിക്കാനുള്ള ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ തുറന്നിട്ടിരിക്കുകയാണ്. പീസ് റേഡിയോ 24 മണിക്കൂർ നമുക്ക് ദീനി കേൾക്കാൻ, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് കൗൺസിലിംഗ് ഡെസ്കുകൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും നമ്മള് ഒന്നും കിട്ടണില്ല, ഒന്നും പഠിക്കാൻ പറ്റില്ല. ഒരു കാരണം പറയാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം, ആദർശത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ കൂടെ ജീവിക്കുന്നവരെന്ന നിലക്ക് നമ്മളോട് ഖുർആൻ പറഞ്ഞല്ലോ, നരകത്തുനിന്ന് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, തഅ്മുറുഹും ബിതാഅത്തില്ലാഹ്, കുടുംബത്തിൽ നീ നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, ഒരു തെറ്റ് കാണുമ്പോൾ ഒരു വാപ്പാ എന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക്, ഇത് വേണ്ടട്ടോ, ഇത് പറ്റൂലട്ടോ, ഇത് ഞമ്മക്ക് ശരിയാകൂലട്ടോ, ഈ മേക്കപ്പ് ഞമ്മക്ക് പറ്റൂല, ഈ ഡ്രസ്സിങ് ഞമ്മക്ക് പറ്റൂല, ഈ കേക്ക് മുറിക്കൽ ഞമ്മക്ക് പറ്റൂല, ഈ വെഡിങ് ആനിവേഴ്സറി ഇസ്ലാമിലില്ല, ഈ പള്ള കാണൽ ഞമ്മക്കില്ല. അങ്ങനെ പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് പള്ള കാണൽ. 9ാം മാസത്തെ പെണ്ണിനെ കൊണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് തലയിലൊരു ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് മുസ്ലിങ്ങളായ നമ്മൾ നടത്തി കൊടുക്കും പള്ള കാണൽ. എന്തിനേറെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സുന്നത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇന്ന് അതിന് പന്തലിട്ട് ഓഡിറ്റോറിയം വെച്ചിട്ടാണ് സുന്നത്ത് കല്യാണം നടത്തുന്നത്. ഇങ്ങോട്ട് എത്തിയിട്ടില്ല, മലപ്പുറത്തേക്ക് എത്തിയിട്ടില്ല, കാസർഗോഡ് എത്തിക്കണ്, ഇനി കണ്ണൂര് കഴിഞ്ഞ് കോഴിക്കോട് കഴിഞ്ഞ് നമുക്ക് വരാം. എന്നിട്ട് സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇത് മുറിക്കണേന് അതിന് ആഘോഷം നടത്തി പന്തലൊക്കെ ഇട്ട് വലിയ പരിപാടിയൊക്കെ നടത്തുക. അതും കഴിഞ്ഞ് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചോ, 2 മാസം മുമ്പ് തുടങ്ങി വേറൊരു സംഭവം തുടങ്ങി, കുളിക്കല്യാണം. കുളിക്കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രായപൂർത്തിയൊരു പെൺകുട്ടി ഉണ്ട്, ഓൾക്ക് പ്രായപൂർത്തിയായി 11 വയസ്സിൽ 12 വയസ്സിലെന്ന് വിചാരിച്ചു. നമ്മൾ പണ്ടൊക്കെ ഇത് മുണ്ടാതെ അടക്കല്ലേ. ഇപ്പൊ ഇതും തുടങ്ങിയിരിക്കുന്നു, കുളിക്കല്യാണം. ഓളെ കുളിപ്പിച്ച് നിർത്തി, ഓൾക്ക് ഡ്രസ്സൊക്കെ പുതിയ കൊടുന്ന്, ഓരോരുത്തർ നാത്തുവിന്റെ വക, ഒന്ന് എളാമാന്റെ വക, പിന്നെ കുറെ സ്വർണം, പിന്നെ വാച്ച്, മൊബൈൽ, പിന്നെ ഓൾക്ക് ഇന്റർവ്യൂ എല്ലാം കൂടി നടത്തി എന്തോ ഒരു മഹാസംഭവമാക്കിയിട്ട് കുളിക്കല്യാണം. വെഡിങ് ആനിവേഴ്സറി, 75 വയസ്സുള്ള ആളെ വെഡിങ് ആനിവേഴ്സറി. ചടങ്ങുകളെ കൊണ്ട് നടക്കുക, കല്യാണങ്ങൾ ആഭാസ പേക്കൂത്തായി നടക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇത് വേണ്ടെന്ന് പറഞ്ഞ ആളില്ല. ഇപ്പൊ കല്യാണത്തിന് പോകുമ്പോ കാറിൽ പോണോ ആംബുലൻസിൽ പോണോ എന്ന് ആദ്യം ചർച്ച ചെയ്യണം. എന്തൊക്കെയാ അവിടെ നടക്കാന്നറിയില്ല. അമ്മാതിരി ഇപ്പൊ അടുത്ത് കണ്ണൂരിൽ കല്യാണത്തിന് പങ്കെടുത്തിട്ട് പടക്കം കൊണ്ട് എറിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ആ കല്യാണത്തിന്റെ അവസ്ഥ ഇനി പറയാനില്ലല്ലോ. അതിന് പുറമെ പടക്കം കിട്ടാത്തപ്പോ ബോംബേറ് വേറെ. ഇങ്ങനെ കല്യാണങ്ങൾ വരെ ആകെ തകർത്ത് നശിപ്പിക്കുകയാണ്. ഇതൊരു ഇബാദത്താണ്, ഇതൊരു ബറക്കത്തുണ്ടാവേണ്ട ജീവിതമാണ്. വിവാഹത്തിന് തുടക്കം കുറിക്കേണ്ടവരാണ്. വാപ്പ എതിർക്കണില്ല, അമ്മാവൻ എതിർക്കണില്ല, മഹല്ലേര് എതിർക്കണില്ല. പിന്നെ ആരാണ് ഇതിന് ശബ്ദിക്കാനുള്ളത്? വേറൊരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല പ്രശ്നങ്ങൾ തീരൂ. അവിടെ കൈവെക്കേണ്ടവർ കൈവെക്കണം എന്നാ പറഞ്ഞത്. പെണ്ണ് കാണൽ വരെ ലക്ഷങ്ങളാ പൊട്ടിക്കുന്നത്. ഫസ്റ്റ് കൊടുക്കുന്നത് ഐഫോൺ പൊട്ടില്ല, 90 ലക്ഷം. പിന്നെ ചെറിയ നമ്മളെ മഞ്ചും പറക്കൊന്നും നടക്കൂലപ്പോ. ഇപ്പോ കുത്തുബ് മിനാർ വേണത്രേ, ബുർജ് ഖലീഫ വേണത്രേ. അതെന്താ അവിടുന്ന് മേടിച്ചോണ്ടല്ലോ അത്രയും വലുപ്പമുള്ള സാധനങ്ങൾ മുട്ടായി ആക്കിയിട്ട് തീറ്റിപ്പിക്കാത്രേ. ഇതിനൊക്കെ ഫാസ്റ്റ് ഇതൊന്നും വേണ്ടട്ടോ എന്ന് പറയേണ്ടവരാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയാ, നീ തിന്മകൾ കുടുംബത്തിൽ എതിർക്കണം. അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി ഒന്നുകൂടി പറഞ്ഞു, അമാഹ്മാലുൽ ഔലാദി, കുടുംബത്തിലുള്ള മക്കളെ പരിഗണിക്കണം, അവരെ അവഗണിക്കുക എന്നത് ഫളറുൻ കസീർ, കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് സമ്മതിച്ചു കൊടുക്കും. എത്ര പൈസ ഇല്ല എന്ന് പറഞ്ഞാലും ഓ ചോദിക്കുന്നതിനൊക്കെ പൈസ കൊടുക്കും. ഗെയിമായ ഗെയിം. ഈ അടുത്ത് ചങ്ങരംകുളത്ത് ഒരു രക്ഷിതാവിന്റെ 2.5 ലക്ഷം രൂപ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ചെക്കൻ ഗെയിം കളിച്ചപ്പോ വാപ്പാന്റെ അക്കൗണ്ടിൽ പോയിക്കുന്നത് 2.5 ലക്ഷം റുപ്യ. എന്തിനും സമ്മതം കൊടുക്കുക. ലൈസൻസ് ഇല്ലെങ്കിലും വണ്ടി കൊടുക്കും, എന്തും കൊടുക്കും. വാപ്പ അവിടുന്ന് എന്തെങ്കിലും ഗൾഫിൽ നിന്ന് ചോദിച്ചത് മോനെ എന്താന്ന് ചോദിക്കുമ്പോഴത്തേന് അവിടുന്ന് അയച്ചു കൊടുക്കും.
മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കും. ഒന്നാലോചിക്കും, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം രക്ഷിതാക്കളുടെ മീറ്റിംഗിലോ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കോളേജിലോ പോയി അന്വേഷിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? ഞാൻ കോളേജിലെ അധ്യാപകൻ, എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഒരു മനുഷ്യൻ, പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പോലും വന്നിട്ട് എന്റെ മോള് പഠിക്കുന്നുണ്ടോ, എന്തുള്ള സ്വഭാവം, എന്തുള്ള പാടുന്ന ഒരു മനുഷ്യൻ ചോദിക്കും. നമ്മൾ അങ്ങോട്ട് വിട്ടിരിക്കുക, അവഗണിക്കാണ് പണിക്കുക. അതുകൊണ്ട് അതിന്റെ എല്ലാ കെടുതികളും നമ്മുടെ വീട്ടിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ? ലെസ്ബിയനുകൾ ഇന്ന് അരങ്ങുവാണ് കൊണ്ടിരിക്കുക. നമ്മളെ കുട്ടികൾ ബലൊക്കെ കണ്ടുപഠിക്കണത് എന്താ? കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ വേണ്ടത്? എനിക്ക് ഓളെ കൂടെ ജീവിച്ചാൽ മതി, എന്നിട്ട് ഓളും ജീവിക്കുക. അപ്പുറത്തെ നമ്മളെ തൊട്ടപ്പുറത്തെ അയൽവാസികൾ ആണും ഒരുമിച്ച് ജീവിക്കുന്നിട്ട് ഓല് സിനിമാ സ്റ്റാറുകളെ മാതിരി ഇങ്ങനെ ആഘോഷിച്ച് ഓല് ഉദ്ഘാടനത്തിനൊക്കെ വന്ന് ഓല് വർക്കത്തൊക്കെ തന്നിട്ട് ഇങ്ങനെ പോവുക. ഇതൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് ത്രില്ലടിച്ച് നടക്കുക. ഒരിക്കലും പള്ളയിലുണ്ടാകാത്ത ആൾക്കാർക്ക് പള്ളയിലുണ്ട് പറഞ്ഞ് നടക്കുക, എന്നിട്ട് അത് കണ്ട് ചിരിച്ച് നടക്കുക. ഇങ്ങനെ മനുഷ്യന്മാര് ആകെ മലീമസമായി വൃത്തികേടുകൾ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിനപ്പുറം നമുക്കൊന്നും പണിയില്ലേ? ഫസ്റ്റത്തെ പണി നമ്മളെ കുടിയില്, നമ്മളെ വീട്ടിൽ നമ്മൾ പണിയെടുത്തില്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരാൻ പോകും. ഞാൻ ചുരുക്കി പറയാണ്, ഈ ഒരു അവസ്ഥ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ സകല ശ്രദ്ധകൾ ഉണ്ടാവണം. ഇണകളായി ജീവിക്കുന്നവർ ശ്രദ്ധിച്ചോ, ഇണകളായി വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവരാണോ, ഇണകൾ പരസ്പരം അടിഞ്ഞ് മനസ്സിലാക്കി വലിയ പൊരുത്തത്തോടുകൂടെ ജീവിച്ചില്ലെങ്കിൽ അവിടെ വളർന്നു വരുന്ന മക്കളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ അടുത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൗൺസിലിംഗ് ഡെസ്കിൽ ഇരുന്നപ്പോ ആ കുട്ടിയിൽ മാരകമായ പ്രയാസങ്ങൾ കണ്ടപ്പോ കുട്ടിനോട് ചോദിക്കണ്ടായി, എന്താണ് മോനെ ഇങ്ങനെയൊക്കെ? എന്റെ വാപ്പാക്ക് എന്താ ജോലി, ഉമ്മാക്ക് എന്താ ജോലി? അങ്ങനെ ഫസ്റ്റ് അവിടുന്ന് തുടങ്ങുക. അപ്പോഴേ അവർ പറയാൻ തുടങ്ങി, ഉമ്മാന്റെ അടിയിൽ നിന്നുണ്ടായ മാനസിക സംഘർഷം. വീട്ടിലേക്ക് കയറി വന്നാൽ സ്ഥിരം പോലീസുകാരനെ പോലെ മാത്രം ചോദ്യം ചെയ്യുന്ന വാപ്പ. കുട്ടി സമാധാനം കണ്ടെത്താൻ എവിടെയെങ്കിലുമൊക്കെ പോകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇനി ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇനി പറയുന്നത് നമ്മളെ കുറിച്ചാണ്. ഇതുവരെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞല്ലേ, ഇനി നമ്മളെ കുറിച്ചാണ്. നമുക്കൊരു ഭാര്യയുണ്ടോ, ഭാര്യനോടുള്ള കടമകൾ ബാധ്യതയാണ്. കല്യാണം കഴിച്ച് നമ്മൾ ഏറ്റെടുത്തതാണ്. ആ പെണ്ണിന്റെ വാപ്പ അവർ നോക്കിയതിനേക്കാൾ നമ്മൾ നോക്കുമെന്നൊരു വിശ്വാസത്തിലാണ് നമ്മളെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നത്. മീസാഖൻ ഗലീള, ശക്തമായ ഒരു കരാറാണ് ഇത്. കല്യാണം തമാശക്കളിയല്ല. 15 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ത്വലാഖ് വേണം. ചോദിച്ചു, 15 ദിവസമായപ്പോ എന്താ ത്വലാഖല്ലാണ്? ഞങ്ങൾ യോജിക്കൂല. എന്താ നിങ്ങൾ യോജിക്കാത്തത്? അത് ഞാൻ വിചാരിച്ച പോലല്ല ഓള്. അങ്ങനെ തന്നെയാണ്. അല്ല, ഇവിടെ ആർക്കും വിചാരിച്ചൊരു മുതലിനെ കിട്ടൂല. അതാരും സ്വപ്നം കണ്ട് പെണ്ണാണ് നടക്കണ്ട. വിചാരിച്ച് കൊതിച്ച് നമ്മൾ സ്വപ്നം കാണുന്ന പോലത്തെ ഒരു പയ്യനെ ഇവിടെ കിട്ടൂല. ഇത് ദുനിയാവാണ്, ഇത് സ്വർഗല്ല. ഇവിടെ നമുക്ക് കിട്ടിയവരെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ അതിന് ഇസ്ലാം പറയാണ്, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, മര്യാദയോടെ ഭാര്യമാരോട് പെരുമാറണം. സ്വഹാബത്ത് വന്ന് ചോദിക്ക, നബിയെ ഞങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ ഇണകളോട് വർത്തിക്കേണ്ടത്? എന്ത് ബാധ്യതയാ ഉള്ളത്? ചിലവിന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. വലാ തദ്രിബിൽ വജ്ഹ, അവളുടെ മുഖത്തടിക്കരുത്. വലാ തുഖബ്ബി, അവളെ വഷളാക്കരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ പിണങ്ങരുത്. ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുമുള്ള നിരവധി അനവധി കൽപ്പനകളാ ഹദീസുകളിലൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, ഒരു ഭർത്താവ് ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആ കുടുംബക്കാരോട് നന്നായി പെരുമാറുന്നവരാണ്. നാട്ടിലും അങ്ങാടിയിലും പള്ളിയിലും പ്രസ്ഥാനത്തിലൊക്കെ നമ്മൾ ക്യാമ്പന്മാരായിരിക്കും. നമ്മുടെ വീട്ടിലും നമ്മുടെ ഇണയുടെയും അടുത്തായിരിക്കണം ഏറ്റവും മാന്യന്മാരാവേണ്ടത്. അതോടൊപ്പം തന്നെ മഹാനായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉമ്മു സലമയോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. ക്ഷമിക്ക്, അബൂ സലമയുടെ മരണത്തിൽ ക്ഷമിക്കുന്നു ചോദിച്ചപ്പോ ഉമ്മു സലമ ബീവി പറയാണ്, ഈ അബൂ സലമയേക്കാൾ മികച്ച ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമോ? നമ്മളെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ പറയാൻ ആരെങ്കിലും ഇന്നുണ്ടോ? നമുക്ക്
ഭാര്യമാർ ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വാല്യൂ നൽകേണ്ടുന്ന ഒന്നാണെന്നും ഭർത്താക്കന്മാരെ നിങ്ങൾ എത്ര വിലപിടിപ്പുള്ളവരാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സമയവും സമ്പത്തും നമ്മുടേതായ സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള നമ്മുടെ വീട്ടിലെ ഇണ എന്നവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭാര്യമാരോടും ഇസ്ലാം പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് ആരാണ്? നിന്റെ പിതാവ് ഏൽപ്പിക്കപ്പെട്ട മനുഷ്യനാണല്ലോ. എന്തൊരു കാര്യത്തിനും ഇനി അദ്ദേഹത്തിന്റെ അനുവാദം ഉണ്ടാകണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ വളാഞ്ചേരി അങ്ങാടി കൂടെ ഫുള്ള് കറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് ഓള് പറയാണ്, ഞാനിന്നേ എല്ലാവരും ഇങ്ങനെ പോകണ്ട, ഞാൻ വളാഞ്ചേരിക്ക് പോയിട്ടോ. ഇത് പോയി വന്നതിന് ശേഷം ചോദിക്കേണ്ട സാധനമല്ല. അയ്യുമമ്രഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് അവള് വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ്, ഭർത്താവിന്റെ അനുവാദം മേടിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, ചോദിക്കണ്ടോ? ചോദിക്കണ്ട്. എന്താണ് അവൾക്കുണ്ടാവുന്നത്? ലഅനത്തുൽ മലായിക ഹത്താ തർജിഅ, മടങ്ങി വരുന്നതുവരെ അവളെ മലായികത്തുകൾ ശപിച്ചുകൊണ്ടിരിക്കും. അതാ മനുഷ്യനെ പരിഗണിക്കാത്തതിന്റെ കേടാ. വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു പെണ്ണ്, ഒരു ഭാര്യ, അവളുടെ കിടപ്പറയിൽ ഭർത്താവ് ഒരു മനുഷ്യനാണ്, ശരീരത്തിന്റെ ചൂടും പങ്കുവെക്കേണ്ടവരാണ്, ആഗ്രഹങ്ങളുള്ളവരാണ് മനുഷ്യൻ. 80 കഴിഞ്ഞാലും 90 കഴിഞ്ഞാലും മനുഷ്യന്റെ വികാരങ്ങൾ കെട്ടടങ്ങൂല. അതുകൊണ്ട് ഒരു പെണ്ണിനോട്, തന്റെ ഇണയോട്, ഹലാലായ ഇണയോട് തന്റെ ഭർത്താവ് ഒരു കാര്യം രാത്രിയിൽ അല്ലെങ്കിൽ റൂമിൽ വന്ന് ആവശ്യപ്പെട്ടാൽ അകാരണമായി അവൾ മുടക്ക് നിന്നാൽ, ചെറിയ കാര്യം, ഒരു പെണ്ണ് അങ്ങനെ ഒരു പെണ്ണ് അത്തരത്തിൽ തന്റെ ഭർത്താവിനോട് അത് വിരോചിച്ചുകൊണ്ട് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു പെണ്ണ് കിടന്നുറങ്ങിയതെങ്കിൽ ലഅനത്തുൽ മലായിക, മലക്കുകൾ അവളെ ശപിക്കും. ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നതുവരെ. അതുകൊണ്ടല്ലേ പെണ്ണിന് സ്വർഗം വേണമെന്ന് പറഞ്ഞപ്പോ ആദ്യം നിസ്കാരം പറഞ്ഞിട്ട് പിന്നെ നോമ്പ് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് എന്താ? ഭർത്താവിനെ അനുസരിക്കണം, ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കണം. മൂപ്പര് മീൻ കച്ചവടായാലും പാറക്കോറിയിൽ പണിയെടുക്കുന്ന ആളാണെങ്കിലും ഒരു പണിയില്ലാത്ത ആളാണെങ്കിലും ഭർത്താവ് എന്ന മനുഷ്യനെ മാനിക്കാത്തവർക്ക് സ്വർഗമില്ല. അമ്മായിമാർക്ക് ഇഷ്ടമാണ്, നാട്ടുകാർക്ക് ഇഷ്ടമാണ്, കാണുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ഭർത്താവ് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെണ്ണേ, നീ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോ വീടിന്റെ മൂലയിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ പോലെ ഇരുട്ടത്ത് കരയുന്നത് ഞാൻ കണ്ടു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഖദീജ ബീവിനെ ഇങ്ങനെ ഇടക്കിടക്ക് പറയാനുള്ള കാരണം? ഞാൻ പ്രയാസപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചു. പൈസയില്ലാത്ത കാലം ഉണ്ടായിരുന്നു. ഞാൻ വഹിയുമായി വന്ന് ബേജാറായി പേടിച്ചപ്പോ എന്നെ ആശ്വസിപ്പിച്ചു. മക്കളില്ലാതെ ഒരുപാട് കൊതിച്ചപ്പോ എനിക്ക് മക്കളെ തന്നു. ഞാൻ സത്യവുമായി വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ പറഞ്ഞ സത്യം അംഗീകരിച്ചു. ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വന്നപ്പോ എന്റെ കൂടെ ചേർന്ന് അവസാനം ശഅബ് അബീ ത്വാലിബ് കുന്നിന്റെ മുകളിൽ 3 കൊല്ലം നോക്കി നിങ്ങൾ. ഖദീജ ബീവിക്ക് വീടുണ്ട്, പക്ഷെ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് അന്നത്തെ ഖുറൈശികൾ തീരുമാനിച്ചു, വിലക്കി, നാട് ബഹിഷ്കരിച്ചു. അവിടുന്ന് കുന്നിന്റെ മുകളിലേക്ക്, ശഅബ് അബീ ത്വാലിബിന്റെ കുന്നിന്റെ മുകളിൽ 3 കൊല്ലം പച്ചിലകൾ തിന്ന് ജീവിച്ചു. മാപ്പിളക്കും വേണ്ടിയിട്ട്. നമ്മളെ മാപ്പിളക്കും വേണ്ടി ചെയ്ത ഒരു ത്യാഗം പറയോ? ഒരു പാത്രം കഴുകിയതും ലേശം തുണി അലക്കിയതും ഒരു ചെറിയ കാര്യത്തിന് പോലും വലിയ വലിയ ഘോരമായ എന്തോ ചെയ്തു എന്ന് ചെറുതല്ല അത്. എങ്കിലും 3 കൊല്ലക്കാലം പച്ചില തിന്ന് ജീവിച്ച ഖദീജ ബീവി ചില പ്രയാസങ്ങളൊക്കെ സഹിച്ചപ്പോൾ ഒരിക്കൽ പോലും നിങ്ങളെ കൂടെ ജീവിച്ചിട്ടാണ് ഞാൻ ഈ ഗതിയിലേക്ക് എത്തിയത് പറഞ്ഞില്ല. നമ്മള് വീട്ടിൽ ഇടക്കിടക്ക് കേൾക്കുന്ന വാക്യം ചിലപ്പോൾ എത്രയോ മനുഷ്യന്മാര് പെണ്ണ് കാണാൻ വന്ന് അവസാനം എന്റെ ഗതികേട് നിങ്ങളെ തലയിലായി. ആ വാക്ക് മതി, അതിലുണ്ട് അതിന്റെ സൂചന. ഖദീജ ബീവി ഒരിക്കൽ പോലും ഒരു നീരസം പറഞ്ഞില്ല. മിണ്ടാതെ എല്ലാം സഹിച്ച് ക്ഷമിച്ചു കൂടെ നിന്നു. താഴേക്ക് ഇറങ്ങി വന്നു. ഉപരോധം അവസാനിച്ചു. സുഖല്ലാതായി കിടക്കാണ്, വയ്യാതെ തളർന്ന് കിടക്കാണ് ഖദീജ ബീവി. നബി തങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയ രംഗം കിടക്കണ കണ്ടപ്പോ അത്രക്ക് സ്നേഹമായിരുന്നു അവർ തമ്മിൽ. അന്ന് വേറെ ഭാര്യമാരൊന്നുമില്ല, ഒറ്റ ഭാര്യയുള്ളൊന്ന്. ആ സമയത്ത് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ മരിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് നല്ല ഇണകളെ തരും. നിങ്ങൾക്ക് വേറെ ഭാര്യമാരെ തരും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ കരയരുത്.
ഭാര്യമാരെ, നമ്മുടെ ജീവിതത്തിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപകാരം. നമ്മുടെ കുട്ടി നന്നാകാൻ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഉമ്മാനെ കൊടുക്കലാണ്. ഇല്ലെങ്കിൽ നാളെ നമ്മളെ കുട്ടികൾ വന്നിട്ട് പറയും, നിങ്ങൾ എനിക്ക് ഈ ഒരു ഗതികേടാണല്ലോ തന്നത്, നിങ്ങളാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഒരു ഉമ്മ മക്കളോട് സ്നേഹവാത്സല്യമുള്ളവരാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ ഉപദേശങ്ങളിൽ കൊടുക്കാണ്, മോനെ നീ ശബ്ദം നിയന്ത്രിക്കണം, ഒച്ചയിട്ട് ബഹളത്തിലാവരുത്, ക്രോധം കാണിക്കരുത്, ഭയങ്കരമായ ഒച്ചപ്പാടുകൾ ഉണ്ടാവരുത്, നീ ശബ്ദം നിയന്ത്രിക്കണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കഴുതയുടേതാണ്. അതിന് എവിടെ ശബ്ദം ഉണ്ടാക്കണം, എവിടെ ബാലൻസ് ചെയ്യണം, എവിടെ കുറക്കണം, എവിടെ കൂട്ടണം ഒന്നും അറിയില്ല. അതുപോലെയാകരുത് വിരോചകന്മാർ. മക്കളോട് മിതത്തിൽ സംസാരിക്കുക, സ്നേഹത്തിലല്ലാതെ സംസാരിക്കരുത്. അവരെ നമ്മൾ ആട്ടിവിട്ടാൽ അവർ പുറത്ത് എവിടെയെങ്കിലും തിരഞ്ഞു നടക്കും. ഒരു സാന്ത്വനം കിട്ടാൻ, ഒരു ലൈക്ക് കിട്ടാൻ, ഒരു സന്തോഷത്തിന്റെ വാക്ക് കിട്ടാൻ അങ്ങാടിയിൽ അവർ തെണ്ടി നടക്കും. പിന്നീട് അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ലാതെയായി മാറും. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീട് ആശ്വാസത്തിന്റെ കേന്ദ്രമാകണം. ഭർത്താവ് ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നതുവരെ ആ മനുഷ്യന്റെ എല്ലാം സംരക്ഷിക്കുന്നവളാകണം. ആ മനുഷ്യൻ അവിടെ നിന്നെല്ലാം കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള കൊതി ഉണ്ടാവണം. നമുക്കതുണ്ടോ? നമ്മുടെ നാട്ടിൽ നോക്കി നിങ്ങൾ പലപ്പോഴും ഈ വഴികളിലൂടെ ഒക്കെ പോകുമ്പോ, രാത്രി സമയത്തൊക്കെ എന്തെങ്കിലും യാത്ര കഴിഞ്ഞൊക്കെ വരുമ്പോ വഴിയിൽ ഇഷ്ടം പോലെ ആളുണ്ട്. അങ്ങാടിയിൽ ആളുണ്ട്, മേച്ചേരിയിൽ ആളുണ്ട്, ഇവിടെ വട്ടപ്പറമ്പ് കയറിനോടത്തുണ്ട്. എന്താ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇവർക്കൊക്കെ ഭാര്യമാരും കുടുംബമുണ്ടല്ലോ, ഓലുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് വീട്ടിൽ പോകാത്തത്. ഇല്ലാഞ്ഞിട്ടല്ല. എന്നോടെ ചെറുക്കന്മാര് രാവിലെ വരെ ടർഫ് പോയി കളിക്കുന്നത് ഓൾക്ക് അങ്ങനൊന്നും ഇല്ലാത്തോണ്ടാണ്. ഇത് സിഗരറ്റും വലിച്ചിങ്ങനെ നടക്കുക. ഒരു പുരുഷൻ എന്ന നിലക്ക് ആ മനുഷ്യൻ, ഈ അങ്ങാടിയിൽ ഏതെങ്കിലും മനുഷ്യന്മാര് സിഗരറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവസാനത്തെ വാക്ക് ഞാൻ പറയാനുള്ളത് പറയും. സിഗരറ്റ് വിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ പരിസരത്ത് പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്. നീ ഫത്വ ചോദിച്ച് നടക്കണ്ട. ഇനി ഒരായത്ത് ഇറങ്ങാനില്ല. നിങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നത് ലഹരി കച്ചവടമാണ്. നിങ്ങൾ ഈ നാട്ടിൽ പരത്തുന്നത് ക്യാൻസറാണ്. സംശയിക്കണമെങ്കിൽ ഫത്വ ചോദിക്കണ്ട. അതിന്റെ പേരിൽ കച്ചവടം മുടങ്ങുമെന്ന ധാരണയുണ്ടെങ്കിൽ നീ അള്ളാഹുവിൽ തവക്കുലില്ലാത്തവനാണ്. എന്നിട്ട് ഇത് വലിച്ചിട്ട് ഭാര്യന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ തന്റെ ഭാര്യനെ കിസ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ആ പേരക്കുട്ടികൾക്ക് ഈ ദുർഗന്ധം കൊടുക്കുന്ന മനുഷ്യൻ എന്ത് ചതിയാണ് ചെയ്യുന്നത്? എത്ര ആളുകളാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സിച്ച് വ്രണം പൊട്ടി കിടക്കുന്നത്. നിങ്ങൾ നിലമ്പൂരിന്ന് ആ തിരുവനന്തപുരത്തേക്ക് പോകുന്ന രാജ്യറാണി ട്രെയിനിലൊന്ന് കയറി നോക്ക്. ആ വണ്ടിനെ നാട്ടുകാരനെ വിളിക്കുക, ക്യാൻസർ വണ്ടി എന്നാ വിളിക്കുക. അത്രക്ക് രോഗികളാണ്. അവരിൽ പലരുടെയും ചുണ്ടുകൾ പൊട്ടി പുറത്ത് കടന്നിട്ടുണ്ട്. കുടിക്കുന്ന വെള്ളം താഴേക്ക് പോകാതെ ഓട്ടകളിലൂടെ പുറത്തു കടക്കുന്നുണ്ട്. ഹാൻഡ്സിന്റെയും പാമ്പരാഗിന്റെയും ഉപയോഗം കൊണ്ട് തകർന്ന മൃതശരീരങ്ങളെ പോലെ ജീവിക്കുന്നവരുണ്ട്. ഒന്നും വേണ്ട, സിഗരറ്റ് വലിച്ച് അവസാനം ശ്വാസം മുട്ടി 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 മരിക്കാൻ കിടക്കുമ്പോ മക്കള് പറയും തന്തക്കത് വേണം. എന്തേ? വലിച്ചിട്ടുണ്ടായതല്ലേ, അപ്പളെ പറഞ്ഞതല്ലേ വലിക്കണ്ട. അവസാനം ശാപിച്ചുകൊണ്ടാണ് നമ്മളെ പറഞ്ഞേക്കുന്നത്. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നാട്ടുകാർ പറയും അയാള് ഭയങ്കര വേലിക്കാരനെ. കഴിഞ്ഞ് 4 ആളിത് പറഞ്ഞാൽ തന്നെ അതിലെ അയാൾ ഒരു ലഹരിക്കാരനായിരുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. എല്ലാ ലഹരിയും ഹറാമാണ്. ഹറാമ് നമുക്ക് തിന്നാൻ പറ്റൂലെങ്കിൽ ഹറാമ് നമുക്ക് വെക്കാനും പറ്റൂല. പന്നി മാംസം നമുക്ക് കഴിക്കാൻ പറ്റൂല. പന്നി മാംസം വെക്കാൻ പറ്റൂല. നായനെ നമുക്ക് തിന്നാൻ പറ്റൂല. നായനെ നമുക്ക് വെക്കാൻ പറ്റൂല. മദ്യം നമുക്ക് കുടിക്കാൻ പറ്റൂല. മദ്യം നമുക്ക് വിൽക്കാൻ പറ്റൂല. സ്വയം നാശം വിളിച്ചു വരുത്താൻ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കുട്ടി ഏതെങ്കിലും ഒരു ലഹരി കേസിൽ പിടിപെട്ടാൽ ഈ വാപ്പാക്ക് മകനെ ഉപദേശിക്കാനുള്ള അവസാനത്തെ ചാൻസ് കഴിഞ്ഞു. തിരിച്ചു മകൻ ചോദിക്കും, അപ്പൊ നിങ്ങൾ വലിക്കണതോ എന്ന് ചോദിച്ചാൽ പിന്നെ ഈ വാപ്പാക്ക് അവനെ തിരുത്താൻ കഴിയില്ല.
ഇവിടെയൊക്കെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് ഇരുന്ന് ചിന്തിക്കണം, ആലോചിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ വീടുകൾ ശാന്തി നിറഞ്ഞ വീടായി മാറണം, നമ്മുടെ കുടുംബങ്ങൾ സമാധാനം നിറഞ്ഞ വീടായി മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ വാപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, അവർക്ക് എന്താ കൊടുക്കേണ്ടത്? അവർ അവിടെ ഉണ്ട് എന്ന സ്ഥാനം. ചില ആൾക്കാരൊക്കെ പറയും, ഓരോ മരിച്ച വാപ്പാരെ ഉമ്മാരെ കബറിന് ചെന്നിട്ട് വീട്ടിലുണ്ടായാ മതിയായിരുന്നു, എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായാ മതിയായിരുന്നു എന്ന് കൊതിച്ചു പോകുന്ന എത്ര മക്കളുണ്ട്. ജീവിതകാലത്ത് സ്നേഹിക്കാത്ത ഒരാൾക്കും മരിച്ചതിന് ശേഷം വിലപിക്കാൻ അധികാരമില്ല. ഭർത്താവിനെ, ഭാര്യനെ സ്നേഹിക്കേണ്ടത് ജീവിതകാലത്ത്, മരിച്ചതിന് ശേഷം ഇരിക്കുമ്പോ കരയാനുള്ളതല്ല ദാമ്പത്യം. മനോഹരമായ ജീവിതം. കണ്ണൂരിൽ നമ്മുടെ ഒരു കുടുംബക്കാരൻ, നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പരിചരിച്ചതിന്റെ കാരണങ്ങൾ പറയാണ്. 4-ാമത്തെ മാസം, കല്യാണം കഴിഞ്ഞ 4-ാമത്തെ മാസം ഈ ഭർത്താവ് വീഴാണ്. ഭർത്താവ് വീണ് കിടപ്പിലാവും. 4 മാസം കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. ചെറുപ്പത്തിന്റെ തളപ്പിൽ ജീവിക്കുന്ന അവർക്ക് ഇനിയൊരു ദാമ്പത്യം ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത അവസാനം ഡോക്ടർമാർ വിധിയെഴുതി ഇത് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാവുന്ന ഒരവസ്ഥയല്ല. ഇയാളൊരു സ്നേഹനിധിയായ മനുഷ്യൻ എന്ന നിലക്ക് ഭാര്യനോട് പറഞ്ഞു, മോളെ, എന്റെ ലൈഫ് എന്തായിരുന്നാലും ഇങ്ങനെക്കായി, മോള് പോയിട്ട് എന്തെങ്കിലും നല്ല കല്യാണം കിട്ടുമെന്ന് നോയിക്കോ. അതൊരു മാന്യതയാണ്. എനിക്ക് വേണ്ടി നിന്റെ ജീവിതം ഒഴിഞ്ഞിടണ്ട, എന്നെ ആരെങ്കിലും ഒക്കെ നോക്കും, മോള് മോളെ കല്യാണം കഴിച്ചു. അവള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 മാസം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ രോഗിയായി ജീവനോടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുളിപ്പിച്ച് മരുന്ന് തന്ന് നിങ്ങളുടെ കൈകളിൽ പിടിച്ചിരിക്കാനാണ് എനിക്കിഷ്ടം, ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ പറഞ്ഞ വാക്ക് കഴിഞ്ഞ് 44 കൊല്ലം ഭർത്താവ് ജീവിച്ചു. നമ്മക്ക് എന്തിന്റെ കുറവാണ്? തമ്മിൽ തല്ലൂടി വഴക്കിട്ട് സ്നേഹം നടിച്ചല്ലെങ്കിൽ അഭിനയിച്ച് അല്ലെങ്കിൽ ജീവിതമാകുന്ന ഈ വിലപ്പെട്ടതിനെ വില കൊടുക്കാതെ, വീടാകുന്ന നമ്മുടെ കൊട്ടാരത്തിനെ കൊട്ടാരമായി കാണാതെ അടിമകളായി ജീവിക്കുന്ന നമുക്കെന്ത് പിഴച്ചു? പരിഹാരം ഇതാണ്. ഖുർആനാണ് നമ്മുടെ വഴി. അവിടേക്ക് നമ്മൾ തിരിച്ചു വരിക. ഏത് കുടുംബം നിങ്ങൾ എടുത്തു നോക്ക്, ആ കുടുംബത്തിൽ ഏറ്റവും നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന, സ്നേഹം നൽകുന്ന, വീട്ടിലെ പരിചരണങ്ങൾ ചെയ്യുന്ന, കുടുംബത്തിന് വേണ്ടി റിസ്ക് എടുക്കുന്നവൻ ആരാണോ അവന് ശത്രുക്കളായിരിക്കും കുടുംബങ്ങളിൽ ഉണ്ടാവുക. ഏത് കുടുംബം നോക്കൂ, കുടുംബത്തിന് ഏറ്റവും നന്നായി ആരാണോ പരിചരിക്കുന്നതും സ്നേഹിക്കുന്നതും ചെലവഴിക്കുന്നതും അയാളെ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് ആളുകൾ ഒരുപക്ഷെ വിമർശനങ്ങൾ ഉണ്ടാകും. ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്തവൻ, രോഗം വന്നാൽ വരാത്തവൻ, മരിച്ചാൽ തന്നെ തിരിച്ചു നോക്കാത്ത മക്കളുള്ള കാലത്ത് ആർക്കും പരാതി ഉണ്ടാകില്ല. മറിച്ച് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വീടിനകത്ത് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നേരെ പലരും വിരൽ ചൂണ്ടും. അമ്മായിമ്മ പോരും നാത്തൂൻ പോരുമായി നമ്മുടെ കുടുംബങ്ങൾ കരഞ്ഞ് ജീവിക്കുകയാണ് എത്രയെത്ര മനുഷ്യന്മാർ. ഞാനൊരു മികച്ച അമ്മോശനാണോ, ഞാനൊരു മികച്ച അമ്മായിമ്മയാണോ എന്ന് സ്വന്തത്തോട് ഉറക്കമൊഴിച്ചിരുന്ന് രാത്രി ഇരുന്ന് ചിന്തിക്കണം. എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന മകനെ, മകളെ ഞാനൊരു മകളായി സ്വീകരിക്കാത്തോടത്തോളം കാലം നമ്മൾ നമ്മുടെ കുടുംബത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. കയറി വന്ന തന്റെ വീട്ടിൽ ഞാൻ എന്റെ ഉമ്മാനോട് മിണ്ടൂല, ഞാൻ എന്റെ മാപ്പിളനെ മാത്രമേ നോക്കുള്ളൂ, മാപ്പിളന്റെ കാര്യം മാത്രം എന്നോട് കേട്ടാ മതി എന്നൊരു പെണ്ണ് പറയാൻ തുടങ്ങിയാൽ അവൾ ആ കുടുംബത്തോട് ചെയ്യുന്ന അനീതിയാണ്. മറിച്ച് ഭർത്താവിനെ സംരക്ഷിക്കണം. ഭർത്താവിന് ജീവൻ നൽകപ്പെട്ടവരാണ് ആ ഉമ്മയും ബാപ്പയും. അവരോടുമുള്ള പരിഗണനയുണ്ടാവണം. അവരെ പൊന്നുപോലെ എടുത്ത് കൊണ്ടു നടക്കണമെന്നൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞില്ല. ഒരു പരിഗണനയുണ്ടാവണം. ഇങ്ങനെ നമ്മുടെ വീടിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളോട് ചോദിക്കേണ്ടതാണ്, സത്യത്തിൽ എനിക്ക് എന്താണ് പ്രശ്നം? പറയുന്ന ഞാൻ എന്നോട് 100 വട്ടം ചോദിച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, നമുക്കെന്താണ് പ്രശ്നം? നമുക്കെന്താണ് നല്ല പോലെ ജീവിക്കാനുള്ള തടസ്സം? എന്താ? ഒന്നുമില്ല. കുറച്ച് സ്വാർത്ഥതകളും ചില ചെറിയ ചെറിയ കിബറിന്റെ അടയാളങ്ങളും, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനില്ലാത്ത മനസ്സും, ഒന്ന് താഴ്മ കാണിക്കാനില്ലാത്ത ഒരു അവസ്ഥയും ഒക്കെ കടന്നു വന്ന്, അല്ലെങ്കിൽ അല്ലാഹ് തന്ന നിഅമത്ത് എന്താന്ന് വിലയിരുത്താത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പലരുടെയും കുടുംബജീവിതത്തിന്റെ അസ്വാരസ്യങ്ങളുടെ അടിവേര് എന്ന് തിരിച്ചറിയുക. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കുകയാണ്. ഈ കഴിഞ്ഞ 2024 നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം. ഇതൊക്കെ പേപ്പർ ഇടയ്ക്ക് വായിക്കണം. പണ്ടൊക്കെ നമുക്ക് ആ ശീലം ഉണ്ടായിരുന്നു. 2024 ഡിസംബർ വരെ പൂർത്തിയാക്കിയപ്പോ ഒരു റിപ്പോർട്ട് വന്ന് കേരളത്തിൽ സർക്കാർ പുറത്തുവിട്ടു. കേരളക്കരയിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനം കേരളത്തിന്. റോഡിനല്ല, ഹൈവേക്കല്ല, ആത്മഹത്യകൾക്ക്.
2024 ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന സംസ്ഥാനം കേരളം. കേരളത്തിൽ എത്ര ആത്മഹത്യ നടന്നു? ഒരു കൊല്ലം 10,779 ആത്മഹത്യ കഴിഞ്ഞു. ശരി, ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഒന്ന് കുടുംബ പ്രശ്നങ്ങൾ. ഇപ്പൊ വയലിന്റെ പ്രസക്തി മനസ്സിലായിട്ടുണ്ടാവും, തസ്ബീഹകളുടെ പ്രസക്തി മനസ്സിലായിട്ടുണ്ടാവും, ഖുർആൻ ക്ലാസ്സുകളുടെ പ്രസക്തി മനസ്സിലായിട്ടുണ്ടാവും. ഇതിങ്ങനെ പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിന്റെ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തെ പ്രശ്നം, ഭാര്യയും വേണ്ട, കുടുംബം വേണ്ട, എവിടെങ്കിലും പോയി തീർന്നാ മതി എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണമാണ് പറഞ്ഞതിൽ ഒന്നാമത്തെ പ്രശ്നം കുടുംബ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മ, പണിയില്ല, നല്ല സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ട്, പണിയില്ല. മൂന്നാമത്തെ പ്രശ്നം ലഹരിയും വിഷാദ രോഗങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും. ഇനി അടുത്ത പറയാം, ഈ കണക്കിൽ അവസാനം പറയാണ്, ഇതിൽ 28% ആളുകൾ 18 വയസ്സിന്റെയും 45 വയസ്സിന്റെയും ഇടയിലുള്ള പ്രായക്കാരാണ്. വയസ്സന്മാരല്ല, 18ന്റെയും 45ന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരിലാണ് ആത്മഹത്യ കൂടിയത്. ഒന്നുകൂടി പറയാം, ഇതിൽ 10 പേരെ എടുത്താൽ 8 പേര് പുരുഷന്മാരാണ്. ഓൽക്കിത് താങ്ങാൻ പറ്റുന്നില്ല. പെണ്ണുങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഓൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ പുരുഷന് ഇത് താങ്ങാൻ കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തപ്പെടണം. നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് ദീന് പഠിക്കൽ തന്നെയാണ് പരിഹാരം. അള്ളാന്റെ മാർഗത്തിൽ ഒരുമിച്ചിരുന്ന് കൂടെയിരുന്ന് കുടുംബത്തിൽ ചർച്ച ചെയ്യാൻ, വലിയ വലിയ പണച്ചെലവൊന്നുമില്ല, ഇടക്കൊരു യാത്രകളാവാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കലാവാം. ഇസ്ലാം പഠിപ്പിച്ച എന്തെല്ലാം സുന്നത്തുകളുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുക, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ പറയുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തവക്കൽതു അലല്ലാഹ് പറയുക. എന്തെല്ലാം അദബുകളുണ്ട് വീട്ടിൽ പാലിക്കാൻ. വീട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഉണ്ടാവുക. ഒക്കെ ഫോണിലാണ്, നമ്മൾ ഫോണിലാണ്, മക്കൾ ഫോണിലാണ്. നമ്മള് എങ്ങനെയാണ് ഇനി ഇതിനെ നിയന്ത്രിക്കാൻ പോണേ? ഇനി വരാനിരിക്കുന്ന കാലം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട വിഷാദ രോഗങ്ങൾ കൂടാൻ പോവുകയാണ്, എണ്ണം കൂടാൻ പോവുകയാണ്. ഫോണ് കണ്ടില്ലെങ്കിൽ തലയിട്ട് കറങ്ങി വെക്കുക, നെറ്റ് കഴിഞ്ഞാൽ പേടിയാക്കുക, കയ്യും കാലും വറക്കുക, ഫേസ്ബുക്ക് കട്ടായി എന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക. ഈ ജാതി സൂക്കടിഞ്ഞ് കൂടാൻ പോവുകയാണ്. ഇതെന്തേ? ഇനിയിപ്പോ നമ്മൾ ഓൺലൈനിന്റെ സ്ക്രീനിലേക്ക് അഡിക്റ്റ് ആയ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഒരു ആശങ്ക ഈ വിഷയത്തിലുണ്ട്. രക്ഷിതാക്കൾ നമ്മൾ ഇന്നു മുതൽ അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വീടിനകത്തുള്ള നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ ശക്തമായ ചില തീരുമാനങ്ങൾ എന്തെങ്കിലും ആലോചിക്കേണ്ടി വരും. നല്ല ആലോചനകൾ വേണ്ടി വരും. പണ്ടൊരു TV ആകുമ്പോൾ എല്ലാവരും പാടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ട് ആരൊക്കെ കാണുന്നത്, എത്ര സമയം. കുറച്ച് കഴിയുമ്പോൾ ഓർക്കെന്നെ മടുക്കും, അപ്പോൾ നീച്ചു പോയിക്കോളും. ഇത് മടുക്കൂല. ഒന്ന് കഴിഞ്ഞാൽ 10,000 കണക്കിന്. ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ 2 വയസ്സുള്ള കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപ്പൊ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങിയ ഏകദേശം ഇങ്ങനെ ഉറക്കം വരുമ്പോൾ ഈ കുട്ടി കരയും, ആകെ ചാടി ആകെ ബാളയും. അപ്പൊ പിന്നെ സമാധാനം. അപ്പൊ വേഗം അമ്മ ഫോൺ എടുത്തു. പിന്നെ കുറച്ച് ഫോൺ മേടിച്ചു പിന്നെ കരയാൻ തുടങ്ങി. 2 വയസ്സുള്ള കുട്ടിക്ക് അവസാനം ഉറക്കം ഏകദേശം പകുതി പോയി. ഇനി ഒരു പാകില്ല. അപ്പോൾ എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് നോക്കാൻ വേണ്ടി ആ കുട്ടി, ഞാൻ 3 മണിക്കൂറാണ് യാത്രയിലുണ്ട്. ആ 3 മണിക്കൂർ ഈ കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. ഈ ഫോൺ മൊത്തം ഇരുന്ന് കണ്ട് ലാസ്റ്റ് ഞാൻ ഇറങ്ങാൻ സമയത്ത് ചോദിച്ചു, ഈ കുട്ടിക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടി മൊബൈൽ അഡിക്ഷനിലാണ്, 2 വയസ്സ്. ഇത് കൊടുത്തല്ലാതെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഞങ്ങളിപ്പോൾ ചികിത്സക്ക് പോവുകയാണ്, മൈസൂരിലേക്ക് പോവുകയാണ്. 2 കുട്ടികളുണ്ട്. ആ ഏകദേശം ആ പ്രായമുള്ള 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്കാണ് ഈ പ്രശ്നം. ഞാൻ ചോദിച്ചു, ടോയ്സ് കൊടുക്കാറില്ലേ, കളിക്കോപ്പ് കൊടുക്കലില്ല? ആയിമക്കൊന്നും വല്ലാതെ പോണില്ല, ഇതുമൊക്കെയാണ്. ഇത് ഇനി എത്ര വർദ്ധിച്ചു വരുന്ന ഇത്രയും മാരകമായ അവസ്ഥ ഈ പ്രായങ്ങളിൽ തുടങ്ങിയെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പ്രവചിക്കാൻ പറ്റുക? മക്കളോട് നല്ല സ്നേഹത്തോടെ ഞാൻ എല്ലാവരോടും പറയണം. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ എന്നോടും എല്ലാവരോടും പറയാം, മക്കളോട് സ്നേഹിക്കുക. സ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾ കൽബിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കേണ്ട സ്വപ്നമല്ലത്. ഇത് മക്കളെ കാണിക്കേണ്ട സാധനം. സ്നേഹമുണ്ടെന്ന് കാണിക്കുക, സ്നേഹമുണ്ടെന്ന് പറയുക, സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കുക, തൊട്ട് സംസാരിക്കുക, അകലമില്ലാതെ സംസാരിക്കുക, തലോടി സംസാരിക്കുക, കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ചീത്തവിളികളും അവസാനിപ്പിക്കുക. കുട്ടികൾ നന്നാവും.
അതെന്ന് നിന്നോ അന്ന് നന്നാവും. ഏതൊരു കാര്യത്തിനെയും എടുത്ത് നമ്മൾ ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ ആക്ഷേപിക്കും തോറും നമ്മുടെ കുട്ടി വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്, കറുത്ത പുള്ളി വീണുകൊണ്ടിരിക്കുകയാണ്. നന്നായി ആലോചിക്കും. നമ്മളൊരു ഭാര്യ എന്ന നിലക്ക് നമ്മളെ ഭർത്താവ് വന്നിട്ട് ഓരോ മിനിറ്റിലും പാത്രത്തെ കുറിച്ച്, ഉള്ളിനെ കുറിച്ച്, തക്കാളിനെ കുറിച്ച് നമ്മളോട് ഇങ്ങനെ വഴക്ക് പറഞ്ഞാൽ നമുക്ക് ആ ഭർത്താവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്തായിരിക്കും? അതുപോലെയാണ് നമ്മുടെ കുട്ടിയുടെ ഓരോ ചെറുതും വലുതുമായ കാര്യത്തിൽ ആക്ഷേപിച്ചും കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ ഇടക്കിടക്ക് ആക്ഷേപം ചൊരിഞ്ഞാൽ ആ മക്കൾ അതോടുകൂടെ നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത്. അത് ഫലിക്കാനുള്ള സാധ്യതകളാണ്. എന്റെ മകനെ കൊണ്ട് ഉപകാരം ഉണ്ടാവണേ, എന്റെ മക്കൾ നന്നാകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അവർക്കെതിരായി കൊണ്ടൊരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മാതൃകയുള്ള പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയതി, എന്നെയും എന്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. ഒട്ടനേകം ദുആകളുണ്ട്. ആ ദുആകൾ നമുക്കുണ്ടാവണം. കുടുംബത്തിന്റെ കൂടെയുള്ള അതിന്റെ കെട്ടുറപ്പിൽ, അതിന്റെ സാമ്പത്തിക ഭദ്രതയിൽ എല്ലാം നമ്മൾ ഏറെ ശ്രദ്ധയും ഗൗരവവും കാണിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളെ, ഈ സദസ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ നാളെ മുതൽ നമ്മൾ മഹത്തരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് എന്തൊക്കെയാ അടുത്ത പദ്ധതി എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ നമുക്ക് ആരെയെങ്കിലും പഴിചാരാനുള്ള വേദികളല്ല, ആരെയെങ്കിലും ആക്ഷേപിക്കാൻ വിളിച്ചു വരുത്തിയതല്ല, എന്തെങ്കിലും കുറ്റം പറഞ്ഞ് തടികേടാക്കാൻ വന്നതല്ല, ആളെ കാണിക്കാനുള്ള ഒരു സദസ്സല്ല, ഒരു ഇലക്ഷൻ പ്രചരണ വാഹനമല്ല. മറിച്ച് അല്ലാഹുവിന്റെ ദീൻ ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ചെറിയ സംഘം ഇവിടെ ഇറങ്ങി അധ്വാനിച്ചപ്പോ ഈ നാട്ടിലെ മനുഷ്യർ അത് കേൾക്കാൻ വന്നുവെങ്കിൽ ഇനിയും ദാഹിക്കുന്ന മനസ്സുകൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ, തിരിച്ചറിവുകൾ കിട്ടേണ്ടതുണ്ട്. ദഅ്വാ രംഗത്ത് നമ്മൾ സജീവമാവുക, പള്ളികളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക, കളി സമയങ്ങളെ നിയന്ത്രിക്കുക, പള്ളി സമയങ്ങളെ കളിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാതിരിക്കുക. തോന്നിവാസങ്ങൾ നാട്ടിൽ പെരുകുമ്പോൾ നമ്മൾ അതിന്റെ കൂടെയില്ലെന്ന് ഉറപ്പുവരുത്തുക. വീട്ടിലുള്ളവരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ടവരെ ആ വിലയോടുകൂടെ കാണാൻ ശ്രമിക്കുക. നാളെ ആറടി മണ്ണിൽ ഈ ഖബർസ്ഥാനിൽ പോയി കിടക്കേണ്ടവരാണെന്ന ബോധമുണ്ടാവണം. നമ്മളൊന്ന് മരിച്ചാൽ നമ്മുടെ പേര് പിന്നെ മാറുകയാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു പേരുണ്ട്. നമ്മളൊന്ന് മരിച്ചു എന്ന വാർത്ത കേട്ടാൽ പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്ത് എന്ന പേരു മാത്രമാകുമേ. നമ്മളെ കുട്ടി വന്നിട്ട് വിളിക്കും, മയ്യിത്ത് എടുക്കുന്നുണ്ടോ? നമ്മളെ മക്കള് ചോദിക്കും, മയ്യിത്ത് കുളിപ്പിക്കാനായോ? പാപ്പ എന്ന പേര് പോയി, സുബൈർ എന്ന പേര് പോയി, പേരോരോന്ന് മായാൻ തുടങ്ങി, ഒറ്റ പേരിലേക്ക് വിളിക്കാൻ തുടങ്ങി, മയ്യിത്ത് എന്ന പേരിലേക്ക്. പള്ളിക്കാട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകും. എത്രയെത്ര മയ്യിത്തുകളെയാണ് ചെറിയ പ്രായത്തിലുള്ള മക്കളെ നമ്മളെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്. രോഗങ്ങൾ ബാധിച്ച് ആക്സിഡന്റുകളിലായി ശരീരങ്ങൾ ആ റോട്ടിൽ നിന്ന് ചിതറിയെടുത്ത എത്ര മൃതശരീരങ്ങളെ കുളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. വല്ലാതെ ഇരുന്ന് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. വാഹനത്തിലുള്ള നമ്മുടെ വേഗത, നമ്മുടേതായ ജീവിതത്തിന്റെ ക്രമമില്ലാത്ത ജീവിത വ്യവസ്ഥകളെ കുറിച്ച് ആലോചിക്കുക. മരിച്ച് ആറടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ നല്ലൊരു വീടുണ്ടായിരുന്നു, 4000 സ്ക്വയർ ഫീറ്റിന്റെ ഭംഗിയുള്ള വീടുണ്ട്. കൊണ്ടുപോയി കിടത്തുന്നത് ആറടി മണ്ണിലേക്ക്, ചളിമണ്ണിലേക്ക്. തരം തരം ഡ്രസ്സ് നോക്കിയിട്ട് ശരിയാവണില്ല, മേച്ചാവണില്ല എന്ന് പറഞ്ഞ നമ്മളെ ഡിസൈൻ ഇല്ലാത്ത, മോഡലില്ലാത്ത കഫൻ പുടവയിലേക്ക് മാറ്റി പതിക്കുകയാണ്. അതേ, നമ്മളെ എത്ര വാഹനങ്ങളിൽ സഞ്ചരിച്ചവരാണ്. വിലപിടിപ്പുള്ള പലതിലും നല്ല മോഡലുകൾ തരം തരം നോക്കി ഇഷ്ടപ്പെട്ടത് മാറ്റിയെടുക്കുന്നവരാ നമ്മൾ. മയ്യിത്തുകട്ടിലേക്ക് നമ്മളെ മാറ്റി കൊണ്ടുപോയി ഖബറടക്കും. വാപ്പ തിരിച്ചു പോരും, മകൻ തിരിച്ചു പോരും, അമ്മോഷൻ തിരിച്ചു പോരും, എളാപ്പ മൂത്താപ്പ ബന്ധങ്ങളെല്ലാം തിരിച്ചു പോരും. അമല് മാത്രം ബാക്കിയാകും. അവിടെ രാത്രി നമസ്കാരമുണ്ടോ, സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ, നോമ്പുകളുണ്ടോ, ദിക്റുകളുണ്ടോ, സ്വലാത്തുകളുണ്ടോ, തഹ്ലീലുകളുണ്ടോ, സദഖയുണ്ടോ, കുടുംബബന്ധം ചേർത്തവരുണ്ടോ, കുടുംബബന്ധം മുറിച്ചവരാണോ? അവന്റെ നാശം അവിടെ ആരംഭിക്കുകയാണ്. പലിശ കൊണ്ട് ഇടപെടുന്ന ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, പലിശയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറുതുണ്ടെങ്കിൽ, വളരെ പെട്ടെന്നത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അവന്റെ ബറക്കത്ത് മുഴുവൻ നഷ്ടപ്പെടുന്ന മാരകമായ ആപത്തിലേക്ക് പോവുകയാണ്.
പോവുകയാണ്. സ്വർഗ്ഗരതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അപകടങ്ങൾ ഖബറിൽ അനുഭവിക്കുകയാണ്. വിശാലമായ ഖബറിടമായി മാറണമെങ്കിൽ ഈ ജീവിതകാലത്ത് പടച്ച റബ്ബ് തന്ന ആയുസ് അല്ലാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിലായി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണല്ലോ അല്ലാഹ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, സംശയമില്ല. ഔലിയാക്കന്മാര് മരിച്ചു, അമ്പിയാക്കന്മാര് മരിച്ചു, നമ്മുടെ കാരണവന്മാർ എത്ര പേര് ഈ പള്ളിക്കാട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി കബറടക്കിയവരാണ്. ഒരു നാൾ നമ്മളും ഇതുപോലെ മടങ്ങാനുള്ളവരാണ്. അന്ന് മടങ്ങി കബറടക്കം കഴിഞ്ഞാൽ അവസാനിക്കാത്തൊരു ലോകം വരാനുണ്ട്, പരലോകത്ത്. ആ പരലോകത്ത് വിലപിക്കുന്നവരായി മാറരുത്. സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ, പ്രസവമില്ലാത്ത, വേദനയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ജോലിക്ക് പോകേണ്ടതില്ലാത്ത ഒരു സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് വെറുതെ പറയുന്ന വാക്കല്ല, മറിച്ചാണെങ്കിൽ നരകത്തിന്റെ ആളിക്കത്തുന്ന വിറകുകളായി മാറ്റപ്പെടുന്നതാണ്. നമുക്ക് താങ്ങാനാകുമോ? ദുനിയാവിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടിയാണ് ചൂട്. ഒരു അയൺ ബോക്സ് പിടിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് സഹിക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ ഈ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയവനെ വിജയിക്കൂ. അതാണ് വിജയം. ഇവിടെ കിട്ടിയ വിജയങ്ങളൊന്നും വിജയമല്ല. പീസ് റേഡിയോ 24 മണിക്കൂർ നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നൽകുന്ന റേഡിയോ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ജമീൽ എന്ന് പറയുന്ന ആപ്പ് വീഡിയോകൾ കണ്ട് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ പ്രൊഫഷണലായ ജോലിയും എഞ്ചിനീയർമാർ, അതുപോലെ തന്നെ ഡോക്ടർമാർ അടക്കമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പ്രൊഫൈസ് എന്ന പേരിൽ കടലുണ്ടിയിൽ വെച്ചുകൊണ്ട് അടുത്ത 17-ാം തീയതി 18-ാം തീയതി നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾക്കുള്ള വേദിയായത് മാറുകയാണ്. അവിടേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നേർപ്പദം എന്ന് പറയുന്ന വാരിക നമ്മുടെ വീട്ടിലെ ഓരോരുത്തർക്കും ആഴ്ചക്ക് പഠിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നതാണ്. അതൊന്ന് വരിക്കാരാകാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. CREയും QHLSഉം നടക്കുന്നുള്ള പ്രദേശങ്ങൾ എവിടെയാണുള്ളതെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും വീടും അടങ്കം വന്നടങ്കം 1 മണിക്കൂർ സമയം അതിനുവേണ്ടി സമയം കണ്ടെത്തുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒട്ടനേകം സൽക്കർമ്മങ്ങളുമായി, സ്വകാര്യ നന്മകളും പരസ്യ നന്മകളുമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി മാറാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സദസ്സിൽ ഇങ്ങനെ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും പല പ്രതികൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഒഴിവുള്ള ഞായറാഴ്ച ദിവസം ഒരു സത്യദീനിന്റെ ഒരു സദസ്സിലേക്ക് വന്നിരുന്ന അവസാനം വരെ ഒരാളും എഴുന്നേറ്റ് പോകാതെ ഇരുന്ന് കേട്ടത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള മഹബത്താണ്. റബ്ബേ, ഞങ്ങൾക്ക് നീ അത് നിലനിർത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഏതെങ്കിലും നിലക്കുള്ള വാക്കിലോ പ്രവർത്തനങ്ങളിലോ വരുന്ന അപാകതകൾ, പോരായ്മകൾ ഉണ്ടെങ്കിൽ പടച്ച റബ്ബേ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണമേ. പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യണമേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണമേ. അള്ളാഹുവെ, പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. 2 വയസ്സുള്ള ഒരു കുട്ടി വലിയ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലായി ദുആ കൊണ്ട് വസിയത്തുണ്ട്. അള്ളാഹു ആ കുഞ്ഞിന് പൂർണ്ണമായ ആശ്വാസം നൽകി അവരുടെ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് പോകുന്നില്ലേ, നമ്മളും ഒരു ദിവസം ഇവിടുന്ന് പടിയിറങ്ങും. ഈ നാട്ടിലെ റോട്ടിലൂടെ ഇറങ്ങി നടന്നിരുന്ന നമ്മളെ ഒരു ദിവസം കുളിപ്പിച്ച് കൊണ്ടുപോകും. അള്ളാഹുവേ, ഈമാനുള്ള മരണം നൽകി ഏറ്റവും നല്ല മനോഹരമായ യാത്ര ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ മനുഷ്യരാണ്, പോരായ്മകൾ, കുറവുകൾ പലതും ഉണ്ടാകും റബ്ബേ. അറിവില്ലാത്ത പലതും സംഭവിച്ചിട്ടുണ്ടാകും. റബ്ബേ, ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഈ ഒരു നന്മയിൽ ഒപ്പം ചേർന്ന് അതിന്റെ ഒരുപാട് സാമ്പത്തികമായാവട്ടെ, ശാരീരികമായാവട്ടെ, ദിവസങ്ങളോളം ഈ ഒരു അധ്വാനത്തിന്റെ പിന്നിൽ നടന്ന ഇവിടുത്തെ യുവാക്കൾ, ഇവിടുത്തെ പ്രായമായവർ, രോഗികൾ വരെ ഇതിന്റെ കൂടെ നടന്നവരാണ്. അള്ളാഹുവേ, ഇതൊരു വലിയ നന്മയായി സ്വീകരിച്ച് വമ്പിച്ച പ്രതിഫലം നൽകണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ ശാഹിദീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.